അപ്പോൾ ഇന്നലെ നമ്മൾ 2-ാം അധ്യായം കണ്ടു, കുറച്ച് ശ്ലോകങ്ങളൊക്കെ അല്ലേ, സെലക്റ്റഡ് ശ്ലോകം. 3-ാം അധ്യായത്തിൽ കർമ്മയോഗത്തിൽ ഭഗവാൻ 43 ശ്ലോകമാണുള്ളത്. ഭഗവാൻ 40 ശ്ലോകവും അർജുനന് 3 ശ്ലോകവും, ഇത്രയേ ഉള്ളൂ. തുടങ്ങുന്നത് അർജുനാണ്. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജ്ഞാനം ആണ് പ്രാധാന്യം അല്ല കർമ്മമാണോ പ്രാധാന്യം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാ? കർമ്മമാണ് പ്രാധാന്യം. പക്ഷെ ജ്ഞാനം ഇല്ലാണ്ട് കർമ്മം ചെയ്താലോ അബദ്ധത്തിലേക്കാ ചാടുക. കാരണം ആദ്യത്തെ ജ്ഞാനയോഗമാണ്. ശരിക്കും പറഞ്ഞാൽ സാഖ്യായോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനമാണ്. പക്ഷെ അർജുനെ കൊണ്ട് കർമ്മ ചെയ്യിപ്പിക്കേണ്ടത്. എന്ത് ചെയ്യണം ഇവിടെ? ജായസി ചിത് കർമ്മണസ്തേ മതാബുദ്ധിർജന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഏതാണ് കൃത്യമായിട്ട് ഘോരമായിട്ട് എന്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടതെന്ന് കറക്റ്റായിട്ട് കണിശമായിട്ടൊന്ന് പറഞ്ഞു തരുമോ കേശവ എന്നാണ്. പഠിക്കാനാണെങ്കിൽ ഞാൻ ലെക്ചറായ പോരെ അല്ലേ? അപ്പം അതാണോ ആവശ്യം? ശ്രേഷ്ഠമായത് എന്താണെന്നാണ്. അങ്ങയുടെ അഭിപ്രായത്തിൽ ഏതാണ് ശ്രേഷ്ഠം? ഏതാ? കർമ്മമാണോ ജ്ഞാനമാണോ? അപ്പൊ കൃഷ്ണൻ നേരിട്ട് ഒന്നിനും ഉത്തരം പറയില്ല. അദ്ദേഹത്തിന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഒരു ചോദ്യം ചോദിച്ചാൽ നേരിട്ട് യെസ് ഓർ നോ അല്ല അദ്ദേഹത്തിന്റെ ആൻസർ. അപ്പൊ ഇതിനകത്ത് ഉത്തരം മൂന്നാമത്തെ ശ്ലോകം പ്രാധാന്യമുള്ളതാണ്. എന്താണത്? ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ. 2 തരത്തിലുള്ള നിഷ്ഠമുണ്ട്. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ, ദ്വിവിധം, 2 വിധത്തിലാണ് നിഷ്ഠയുള്ളത്. എന്താണ്? പുരാപ്രോക്ത ഭയാനക. അതില് ജ്ഞാനയോഗേന സാഖ്യാനാം. ജ്ഞാനയോഗമാണ് സാഖ്യയോഗമായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. കർമ്മയോഗേന യോഗിനം. യോഗികൾക്ക് വേണ്ടത് കർമ്മയോഗമാണ്. ഏറ്റവും പ്രാധാന്യം കർമ്മയോഗം തന്നെയാണ്. അപ്പൊ ഏതാണ് എന്ന് ചോദിച്ചതിന് ഉത്തരം ഇതാണ് എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ? അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് ജ്ഞാനയോഗമാണ്. അത് സാഖ്യായോഗത്തിൽ പറഞ്ഞു. പക്ഷെ യോഗികൾ ചെയ്യുന്നത് കർമ്മയോഗമാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജ്ഞാനത്തിലൂടെ കർമ്മത്തിലേക്ക് എത്തുമ്പോഴാണ് യോഗം. യോഗി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് രണ്ടും ഒന്നാണെന്ന് അറിയുന്ന അവസ്ഥയാണ് യോഗി. ജ്ഞാനം വേറെയും ഏതാണ് നല്ലതെന്ന് നമ്മളെപ്പോഴാണ് ചോദിക്കുക? 2 ഉണ്ടെന്ന അവസ്ഥ വരുമ്പോഴാണ്. അത് രണ്ടും ഒന്നാണെന്ന് അറിയുമ്പോഴോ? അപ്പം ജ്ഞാനവും കർമ്മവും വ്യത്യസ്തമല്ല. ഇനി അത് കഴിഞ്ഞിട്ടാണ് ധ്യാനം വരിക. അപ്പം ധ്യാനവും കർമ്മവും ജ്ഞാനവും വ്യത്യസ്തമല്ല. അതുകൊണ്ടാണ് ഈ ഹെഡിങ്ങുകൾക്കൊക്കെ ജ്ഞാന കർമ്മ സന്യാസയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നൊക്കെ സെപ്പറേറ്റ് ഭഗവാൻ പറയാറില്ല. നമുക്കറിയാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആക്കിയതാണ്. അപ്പം കർമ്മം തന്നെയാണ് യോഗി ചെയ്യേണ്ടത്. പക്ഷേ എന്തുകൂടെ വേണം? ജ്ഞാനം കൂടി വേണം. പക്ഷെ അതിൻ്റെ കൂടെ എന്തുകൂടി വേണം? ഭക്തിയും കൂടി വേണം. നമ്മൾ പഠിപ്പിക്കുക എന്നുള്ള കർമ്മം, പക്ഷെ ജ്ഞാനം ഇല്ലാണ്ട് പഠിപ്പിക്കാൻ പോയാലോ? അതിനേക്കാളും കൂടുതൽ എന്താ വേണ്ടേ? ഡെഡിക്കേഷൻ, ഡിവോഷൻ അല്ലേ? ആത്മാർത്ഥതയും കൂടി വേണം, ഭക്തി വേണം. എല്ലാ ടീച്ചർമാരോടും പറയാറുള്ളത്, ടീച്ചർമാരൊന്നും നമ്മൾ പറയാറില്ല മാസ്റ്റർ ടീച്ചർ എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, തിരിച്ചാ വേണ്ടത്. കാരണം ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ആരാ? കുട്ടികളാണ്. ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കുന്നത് ആരാ? അല്ലേ? ഫീസ് കൊടുക്കുന്നതുകൊണ്ടല്ലേ കിട്ടുന്നത്. അപ്പം നിങ്ങൾ കാശ് കൊടുത്താൽ കാശ് മേടിക്കുന്ന ആളാണോ പറഞ്ഞത് കേൾക്കേണ്ട കൊടുക്കുന്ന ആളാണോ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ടീച്ചർമാർ ഞാൻ പഠിപ്പിക്കുന്നു എന്നുള്ള ധാരണ പാടില്ല. ഞാൻ നിങ്ങളെ സെർവ് ചെയ്യുന്നു എന്ന് തോന്നണം. ആ തോന്നലിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകം, എല്ലാ ശ്ലോകവും എല്ലാത്തിലും നല്ലതാണെന്ന് തോന്നും. അപ്പോൾ ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാപ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. കർമ്മയോഗികൾക്ക് ആണ് യഥാർത്ഥ പ്രാധാന്യം. അത് യോഗികൾ ചെയ്യുന്ന പണിയാണ്. അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇതേ ശ്ലോകം കാണാം 5-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകമായിട്ടും കാണാം. ഇനിയുള്ളത് 14-ാമത്തിൽ. എല്ലാം ശ്ലോക, എല്ലാം വർക്ക് ചെയ്യണം. ഞാൻ ഒരു നിമിഷം പോലും പണി ചെയ്യാണ്ടിരിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നതാണ് ആ ശ്ലോകം. നെഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേഹ്യവശ കർമ്മ
സർവ പ്രകൃതി ജൈ ഗുണൈ. കണ്ണ് തുറന്നാൽ അത് അഞ്ചാമത്തെയാണ്. കണ്ണ് തുറന്നാൽ ഒട്ടനെ കർമ്മം ചെയ്യുക എന്നുള്ളത് എല്ലാ മൃഗങ്ങളും ചെയ്യും, ഭഗവാനും ചെയ്യും, മനുഷ്യനും ചെയ്യും. കശ്ചിത് ജാതു ക്ഷണമപി, ഒരിക്കലും ഒരാളും ജോലി ചെയ്യാണ്ടിരിക്കുന്നത്. കാരണം ചിന്തയും ജോലിയാണ്, ചിന്തയും ജോലിയാണ്. ന തിഷ്ഠതി, ഒരിക്കലും കർമ്മം ചെയ്യാണ്ടിരിക്കുന്നില്ല. കണ്ണു തുറന്നോ പണി തുടങ്ങി. ഹി പ്രകൃതി ജൈ ഗുണൈഹി, പ്രകൃതിയിൽ ഗുണങ്ങളുള്ള എല്ലാവർക്കും എന്തുണ്ട്? കർമ്മവും കൂടിയുണ്ട്. സ്വഭാവപ്രഭവൈർ ഗുണ എന്നാണ്. എന്താണ് നമ്മുടെ ഗുണം? നമ്മൾ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്യുന്നോ ആ ഗുണം നമ്മളുള്ളതുകൊണ്ടാണ് ആ പണി ചെയ്യുന്നത്. പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളത് ബ്രാഹ്മണന്റെ ഗുണം എന്ന് പറഞ്ഞു. അപ്പം അതൊരു കർമ്മമാണ്. പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളത് കർമ്മമാണ്. അറിവുണ്ടാക്കുക എന്നുള്ളതും കർമ്മമാണ്. അറിവ് കൊടുക്കുക എന്നുള്ളതും കർമ്മമാണ്. അറിവ് മേടിക്കുക എന്നുള്ളതും കർമ്മമാണ്. ഇതൊക്കെ കർമ്മത്തിൻ്റെ ഭാഗമാണ്. സർവ അവശഹ എന്നാണ്. എല്ലാവരും ഓരോ സമയത്തും അവശരായിട്ട് കർമ്മകാര്യത്തെ, കർമ്മത്തെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടിരിക്കാൻ പറ്റുന്നൊരു സമയം ഇല്ല, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഭഗവാനും കർമ്മം, അതിന് മുമ്പത്തേതും ന കർമ്മണാമനാരംഭത് നൈഷർമ്മ്യം പുരുഷോസ്നുതേ നച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക്. ന കർമ്മണാമനാരംഭാത്, മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. 4-ാമത്തെ ശ്ലോകവും പ്രാധാന്യമുള്ള, എല്ലാ ശ്ലോകവും പ്രാധാന്യമാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതെന്തായിട്ട് കരുതണം? യജ്ഞകർമ്മമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് 9-ാമത്തെ ശ്ലോകം. യജ്ഞാർത്ഥാർത്ഥ കർമ്മണേ അന്യത്ര, അങ്ങനെ അല്ലാതെ ഒരു കർമ്മവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ലോകോയം കർമ്മബന്ധനഃ, എല്ലാവരും കർമ്മത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാ ആൾക്കാരും. തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഘ സമാചര, പക്ഷെ എന്ത് ചെയ്യണം? മുക്തസംഘമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നമുക്ക് സംഘം ചേർന്നിട്ട് ഇയാൾ ഉണ്ടായാലേ ഞാൻ പോവുള്ളൂ എന്നുള്ള ആ ഒരു സംഘം പാടില്ല. ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുന്നു. മനസ്സിലായോ? ഒരാളും ഒരാളെയും ഹെൽപ്പ് ചെയ്യാനും പാടില്ല. ആ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ പണി ചെയ്യുന്നത്? അത് അവരെൻ്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഹെൽപ്പ് ചോദിക്കുന്നത്. എങ്ങനെയുള്ളവരെ കൂടുതൽ ബിസിനസ് ചെയ്യുക? 2 പേര് പാർട്ട്ണറായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യരുത്. രണ്ടാൾക്കും കഴിവുള്ളതേ ചെയ്യാവൂ. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്തായി? മറ്റൊരാൾ ഡിപ്പെൻഡായി. ആ ഡിപ്പെൻഡ് ആകുമ്പോൾ എന്തായി? സംഘമായി. അന്യോന്യം ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളാണ് എപ്പോഴും ചെയ്യുക. അതുകൊണ്ട് ഒരേ ലെവലിലുള്ളവരാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവേണ്ടത്. താഴെയും മുകളിലുള്ളവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ ഒരാൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ആവും, അത് ഫ്രണ്ട്ഷിപ്പ് ആവില്ല. അപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും. ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് അറിയുമ്പോഴാണ് ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാവുന്നത്. 14-ാമത്തേത് അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞഃ കർമ്മ സമുദ്ഭവഃ. കർമ്മം തുടങ്ങണമെങ്കിൽ എനിക്കെന്ത് വേണം? ആരോഗ്യം വേണം. ആരോഗ്യം എവിടെ നിന്നാണ് കിട്ടുക? അന്നത്തിൽ നിന്നാണ്. ഭക്ഷണം കഴിച്ചാലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അന്നാത് ഭവതി ഭൂതാനി, ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാവുന്നത്. ഭൂതം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ജീവജാലങ്ങൾക്കുള്ള കോമൺ നെയിമാണ് ഭൂതം. ശ്രീ ഭൂതബലി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ബാക്കി ജീവജാലങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അർത്ഥം മനുഷ്യൻ കുറച്ച് സെപ്പറേറ്റ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശ്രീ ഭൂതബലി. ആ ജീവികൾ ജീവിക്കേണ്ട സ്ഥലമാണ് നമ്മൾ മാറ്റിയിട്ട് ക്ഷേത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഭൂതങ്ങൾക്ക് കൊടുക്കുന്നതിനെയാണ് ശ്രീ ഭൂതബലി. അതുകൊണ്ടാണ് ഭഗവാന്റെ ഉത്സവം വരുമ്പോൾ ആർക്ക് ആദ്യം കൊടുക്കും? നമ്മൾ അവരെ വെക്കേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ക്ഷേത്രം ഉണ്ടാക്കിയത്. അപ്പോൾ അവരെ ആദ്യം കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ എല്ലാ ഭൂതങ്ങൾക്കും അന്നാത് ഭവന്തി ഭൂതാനി, അന്നമയ കോശം ഉണ്ടായാലേ ബാക്കി കോശങ്ങളൊക്കെ ഉള്ളൂ. ആ അന്നമാണ് നമ്മൾ, അതുകൊണ്ടാണ് അന്നമയ കോശം എന്ന് പേര് വന്നത്. പർജന്യാത് അന്ന സംഭവഃ. എന്താണ് പർജന്യം? മഴയുള്ളിടത്തേ എന്തുണ്ടാവുള്ളൂ? അന്നം വരുള്ളൂ. അപ്പോൾ ശരീരം ഉണ്ടാവണമെങ്കിൽ അന്നം വേണം. അന്നം വേണമെങ്കിൽ എന്ത് വേണം? മഴ വേണം. ഓക്കെ. യജ്ഞാത് ഭവതി പർജന്യഃ, യജ്ഞകർമ്മം കൊണ്ടാണ് മഴ പെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ആൾക്കാരൊക്കെ യജ്ഞം ചെയ്യാൻ തുടങ്ങി. എന്താ യജ്ഞം? സൂര്യനിൽ നമ്മൾ അർപ്പിക്കുന്ന, അഗ്നി എന്ന് പറഞ്ഞാൽ സൂര്യനാണല്ലോ, സൂര്യനിൽ അർപ്പിക്കുന്നതാണ് എന്തായിട്ട് മാറുക? യജ്ഞമായിട്ട് മാറുക. എങ്ങനെയാണ് മഴ പെയ്യുമ്പോൾ യജ്ഞമായിട്ട് മാറുന്നത്?
ഇത് വായിച്ചതല്ലേ കുറേ പ്രാവശ്യം ഗീത കേട്ടിട്ടില്ലേ? എന്നാ പറയും. സൂര്യന്റെ ചൂട് കൊണ്ടാണ് വെള്ളം ആവിയായിട്ട് മുകളിൽ പോകുന്നത്, ആണോ അല്ലയോ? അപ്പൊ ഈ വെള്ളത്തെ ആവിയാക്കി മാറ്റുന്ന, വെള്ളത്തെ അഗ്നി ആവിയാക്കി മാറ്റുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഏറ്റവും വലിയ യജ്ഞകർമ്മ അതാണ്. അപ്പൊ നമ്മുടെ മഴ പെയ്യ്ക്കുന്നതിന്റെ ആദ്യം നമ്മൾ പഠിക്കുന്ന സോഷ്യൽ സയൻസിൽ പഠിക്കാറില്ലേ? എന്ത്? സൂര്യൻ വെള്ളത്തെ ആവിയായി കൊണ്ടുപോയി അതാണ് മഴയായിട്ട് വരുന്നത്. അപ്പൊ മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? മഴ പെയ്യുന്നത് യജ്ഞകർമ്മത്തിലൂടെ എന്ന് എഴുതിയാൽ മാർക്ക് തരണ്ടേ? അതാണ് ഇവിടെ പറഞ്ഞ് ഭഗവത്ഗീത പറയുന്നതാണ്. യജ്ഞകർമ്മത്തിലൂടെയാണ്. കാരണം ഭഗവാൻ സൂര്യൻ വെള്ളത്തെ ആവിയായി കൊണ്ടുപോകുന്ന കർമ്മം തന്നെ എന്ത് കർമ്മമാണ്? യജ്ഞകർമ്മം. അഗ്നിയിൽ അർപ്പിക്കുന്നതൊക്കെ യജ്ഞകർമ്മമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ത്? യജ്ഞാത് ഭവതി പർജന്യഃ. എന്ത് സയൻസാ പറഞ്ഞാൽ നോക്ക്. എൻവറോൺമെന്റ് സയൻസ് നമ്മൾ മഴ പെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ ഉത്തരാണ് മൂന്നാമത്തെ ലൈൻ. ഇത്ര രസകരമായിട്ടൊക്കെയാണ് സയൻസ് പഠിപ്പിക്കുന്നത് നമ്മളെ നോക്ക്. യജ്ഞഃ കർമ്മ സമുദ്ഭവ. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും തുടങ്ങുന്നത് എവിടെ നിന്നാണ്? യജ്ഞത്തിൽ നിന്നാണ്. എല്ലാ വെള്ളത്തെയും സൂര്യൻ ആവിയാക്കി ആകാശത്ത് കൊണ്ടുപോയി ആകാശത്തിൽ നിന്ന് മഴയായി വന്ന് ആ മഴ ധാന്യമുണ്ടാക്കി ആ ധാന്യം കഴിച്ചിട്ടാണ് ഞാൻ ഈ വർത്താനം പറയാനുള്ള ശരീരം എനിക്ക് തന്നത്. ഇതൊക്കെ യജ്ഞകർമ്മങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പടച്ചോൻ ആരാ? ഭഗവാൻ. ഭഗവാൻ ആരാ? സൂര്യൻ. സൂര്യൻ ആരാ? സൂര്യവംശജനായ ഭഗവാനാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ. എന്ത് രസകരമായിട്ടുള്ള ഒരു അറിവാണ് നമുക്ക് തരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് പ്രാധാന്യമുള്ള കുറേ ശ്ലോകങ്ങളുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ട് ആര് കർമ്മം ചെയ്യുന്നുണ്ട്? സൂര്യനും കർമ്മം ചെയ്യുന്നുണ്ട്. സൂര്യൻ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മഴ കിട്ടുമോ? ഇല്ലല്ലോ. സൂര്യൻ അയാളുടെ പണി ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് മഴ കിട്ടുന്നു. 16ാമത്തെ ഏവം പ്രവർത്തിതം ചക്രം. ഇതൊരു സൈക്കിള് പോലെയാണ്, ആണോ അല്ലയോ? ആ മഴ താഴ്ത്തു വീഴുന്നു, പിന്നെയും പോകുന്നു, ശുദ്ധമായിക്കൊണ്ടിരിക്കും. ഞാൻ അനുവർത്തയതീഹ യഹ അഘായൂരി ഇന്ദ്രിയാരാമോ മോഘം പാർത്ഥസ ജീവതി. എന്താണിത്? സ മോഘം ജീവതി. ഒരാള് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? വ്യർത്ഥമായിട്ട് ജീവിക്കണോ അന്വർത്ഥമായിട്ട് ജീവിക്കണോ എന്നാണ്. നന്നായിട്ടല്ലേ ജീവിക്കണം നമ്മൾ. അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്തു ചെയ്യണം? മോഘം പാർത്ഥസ ജീവതി. അത് വ്യർത്ഥമായിട്ട് ജീവിക്കുന്നവരാണ് പലരും കൂടുതലുള്ളത്. അങ്ങനെ അല്ലാതെ ജീവിക്കണമെങ്കിൽ അഘായു ഇന്ദ്രിയാരാമ, ഇന്ദ്രിയാരാമന്മാരായിട്ട് മാറണം. എന്താ ഇന്ദ്രിയാരാമന്മാർ? എല്ലാ ഇന്ദ്രിയങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന. രാമൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. എന്താ ഇന്ദ്രിയങ്ങളും തുറന്നു വെക്കണം. എവിടത്തേക്ക്? നന്മയിലേക്ക് തുറന്നു വെക്കുന്നവരായിട്ട് മാറണം. എങ്ങനെയാവരുത്? പാപായുസും. അങ്ങനെ പാപത്തിൽ ജനിച്ചുവിട്ട് അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇതുവരെയെങ്കിലും ഇന്നു മുതലെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ദ്രിയങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുക. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യണം? അനുവർത്തതി യതി. അനുവർത്തിക്കണം. ഒരു ദിവസം മാത്രം ചെയ്താൽ പോരാ, എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുക, എല്ലാ സമയത്തും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. മാറ്റം ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് നന്നായിട്ട് രാവിലെ എഴുന്നേച്ച് ഒരു ദിവസം കുളിച്ചിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും കുളിക്കണം. അല്ല നേരത്തെ പറഞ്ഞത്. എല്ലാ ഉന്മേഷമൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫ്യൂസ് അടിച്ചു പോകും. ഒരു ദിവസം കുളിച്ചാൽ ശുദ്ധായോ? എല്ലാ ദിവസവും കുളിക്കണ്ടേ? അതുപോലെ ഇടയ്ക്കിടയ്ക്കേ നമ്മളെ തന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം. പാർത്ഥ ഏവം പ്രവർത്തിതം ചക്രം. അത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഓരോ ദിവസവും ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടും വർക്ക് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല ഈ എല്ലാ മാറ്റങ്ങളും. ഓക്കെ, അത് ആരെ കണ്ടു പഠിക്കണം? ആരാണോ ചെയ്യുന്നത് നമുക്ക് ചുറ്റും അവരെ കണ്ടുപിടിക്കണം. സൂര്യനാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും പിന്നെ വെള്ളം ആവിയാക്കിയിട്ട് പോകാൻ പറ്റുമോ? അത് മാത്രമേ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. സൂര്യൻ ചെയ്യുന്നുണ്ടാവുകൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് വായു മുകളിലേക്ക് കൊടുക്കാം, അങ്ങനെയല്ല. എല്ലാവരും ചെയ്യേണ്ട പണി ഓരോ വ്യത്യസ്തമായിട്ട് പണിയാണ്. അത് ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്ന, സ്ഥിരമായിട്ട് കർമ്മം ചെയ്ത് ബാക്കിയുള്ളവരെ കർമ്മം പഠിപ്പിക്കുന്ന ഒരാളുടെ കൂടെ ചേർന്നിട്ട് അയാളെ കാണുമ്പോൾ ഓ എനിക്കും ഇങ്ങനെയൊക്കെ ആവണമെന്ന് തോന്നുമല്ലോ. അങ്ങനെ തോന്നുന്നവരാണ് എന്ത് പറയുക? ആചാര്യന്മാർ. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ അടുത്ത് നിന്നല്ല, മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നല്ല, BEd കഴിച്ചവരല്ല മാഷന്മാർ. ആരാണ്? ആചാര്യന്മാരാണ്. യദ്യദാചരതി ശ്രേഷ്ഠ. എത്രാമത്തെ? 21ാമത്തെ. 3-21. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതുരോചന സയത് പ്രമാണം ഗുരുതേ
ലോകസ്ഥതനുവർത്തതേ. ആരാണോ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ കണ്ടിട്ട് ഇയാളെപ്പോലെ ആവണമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു റോൾ മോഡലിനെ നമ്മൾ കണ്ടാൽ അവരാണ് റോൾ മോഡൽ. ഇയാളെപ്പോലെ ആവണം നമുക്ക് തോന്നിയാൽ ആ ആരെക്കുറിച്ചാണോ നമുക്ക് തോന്നുന്നത് അയാളുടെ പേരാണ് ആചാര്യൻ. അയാൾ ആചരിക്കുന്ന ആളാണ്. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ഞാൻ മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പം അത് കണ്ട് നമ്മൾ പഠിക്കും. നമ്മളൊക്കെ അങ്ങനെയാണ് പഠിക്കുന്നത്. ആരാണ് ശ്രേഷ്ഠനാവണം? യത് ആചാര്യൻ. ശ്രേഷ്ഠൻ എങ്ങനെയാണ് ആചാര്യനാവുന്നതാണ്? ഇതര ജന തത് ഏവഹ എന്നാണ്. അന്യജനങ്ങൾ ഇത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആചരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആചാര്യനായി. സ യത് പ്രമാണം ഗുരുതേ എന്നാണ്. ഏതൊന്നിനെയാണോ പ്രമാണമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് അർജുനനോട് കൃഷ്ണൻ പറയാണ്, നീ ഈ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്ത്, കുറേ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഉപയോഗത്തിന് വരുന്ന സമയത്ത് അയാൾ ഒന്നും പണിയെടുക്കാണ്ട് പോയിന്ന്. എന്നിട്ട് ആൾക്കാർ നിന്നെ കോട്ട് ചെയ്യും. അർജുനൻ പണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് ഓടിയതുപോലെ പരീക്ഷയ്ക്ക് ഞാൻ പോകുന്നില്ല എന്ന്. എല്ലാം പഠിച്ചിട്ടുണ്ട്, റെഡിയാണ്, പക്ഷെ ഞാൻ എഴുതുന്നില്ല, കാരണം എഴുതിയാൽ തോറ്റുപോകും. ആ ഭയം കൊണ്ടാണ് പോകുന്നതെന്ന് ആൾക്കാർ പറയും. അതുകൊണ്ട് വലിയ മഹാന്മാരൊക്കെ ആകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളെ കുറേ ആൾ ഫോളോ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ക്ലീൻ ആയിക്കൊണ്ടിരിക്കേണ്ടി വരും. ബുദ്ധിമുട്ടുള്ള പണിയാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ലോകസ്ഥതനുവർത്തത എന്നാണ്. ലോകരെല്ലാവരും അനുവർത്തിക്കും. നമ്മളെ കാണാൻ കുറേ പേരുണ്ടാവുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഞാനും അങ്ങനെ പഠിച്ചു ചെയ്യുന്നുണ്ട്, നീയും അതുപോലെ ചെയ്യണം. എന്നെ കണ്ടിട്ട് നീ പഠിച്ചോ, ഞാൻ മിണ്ടാണ്ടിരിക്കുന്നില്ലല്ലോ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഇതേ ശ്ലോകം തന്നെയാണ് 3-ാമത്തെ അധ്യായത്തിൽ 22-24 വരെയൊക്കെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഓക്കെ, അപ്പം ഇനി 30-ാമത്തെ മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മ ചേതസ നിരാശിർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. ചില സ്ഥലങ്ങളിലൊക്കെ ഭഗവാൻ എന്ത് പറയുന്നുള്ളൂ? യുദ്ധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ജനറൽ നോളജാണ്. ശരിക്കുള്ള പണി നേരിട്ട് പറയുന്ന ചില സ്ഥലത്തേ ഉള്ളൂ. അതുകൊണ്ട് ദുഃഖം വെടിഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ചില ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീത യുദ്ധം ചെയ്യാനാണോ പറയുന്നത് വെച്ചാൽ ഉണ്ട്. 3-4 സ്ഥലത്ത് ഭഗവാൻ കൃത്യമായിട്ട് നീ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നതിൽ ഒരു ശ്ലോകമാണ് ഇത്. മൈ സർവാണി കർമാണി, സകല കർമ്മങ്ങളും മൈ സന്യസഹ, എന്നിൽ അർപ്പിച്ചിട്ട് ചെയ്തോളാനാണ് പറയുന്നത്. കുറേ കാര്യം കഴിയുമ്പോൾ പറയുന്നുണ്ടല്ലോ, സർവധർമാൻ പരിത്യജ്യ. 18-ാമത്തെ അധ്യായത്തിൽ മാത്രമല്ല, ഇവിടെയും പറയുന്നുണ്ട്. 3-30 എന്താ പറയണത്? എന്നിൽ അർപ്പിച്ചോളാൻ അവർ. സന്യസ്യാധ്യാത്മ ചേതസ, പൂർണ്ണമായിട്ടും എന്നിൽ അർപ്പിച്ചിട്ട്, മനസ്സർപ്പിച്ചിട്ട്, മൈ സർവാണി കർമാണി, സകല കർമ്മങ്ങളെയും എന്നിൽ അർപ്പിച്ചിട്ട് എന്തു ചെയ്യണം? നിരാശി നിർമ്മമ, ആശയില്ലാതെ മമതയില്ലാതെ, ഇതെൻ്റെ ആളാണല്ലോ കൗരവന്മാര് എന്നുള്ള ധാരണയൊക്കെ മറന്നിട്ട് വിഗത ജ്വര യുദ്ധസ്വ, എന്തും ഇല്ലാണ്ടിരിക്കണം. വിഗതകുമാരനാരാ? ദുഃഖം. ആ ജ്വരം ഉണ്ടല്ലോ, അസുഖം. എന്തസുഖം? ദുഃഖം എന്ന അസുഖം ഉണ്ടല്ലോ അല്ലേ? ജ്വരം എന്ന് പറഞ്ഞാൽ ദുഃഖമല്ലേ? എന്താ അസുഖം ഉള്ളത് ഇപ്പം അർജുനന്? ദുഃഖം എന്ന അസുഖം. ആ അസുഖത്തിൽ നിന്നും മുക്തി നേടുമ്പം ഏതിലേക്കെത്തും? ദുഃഖം മാറിയാൽ എന്താ കിട്ടുക? സുഖം. ഖം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ്. ഖം എന്ന് പറഞ്ഞാൽ ആകാശം. ഞാൻ ഖം ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ. ആ ഖമ്മിൽ സു ചേർത്താൽ സുഖം, ദു ചേർത്താൽ ദുഃഖം. ആ സ്പേസ് എവിടെയാ? നമ്മുടെ ഉള്ളിൽ. നമ്മുടെ മനസ്സാണ് ആകാശം. ആ ആകാശത്ത് നന്മ ചേർത്താൽ സുഖമായി, തിന്മ ചേർത്താൽ ദുഃഖമായി. ദു എന്നുള്ളത് നെഗറ്റീവാണ്, സു എന്നുള്ളത് പോസിറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സുഖം ചേർക്കുക. സു ചേർത്താൽ മതി. എന്ത് രസകരമായിട്ടാണ് പറയണമെന്ന് ആലോചിച്ചു അല്ലേ? ഇപ്പോൾ യുദ്ധസ്വ എന്ത് മാറ്റണം? നിരാശ നിർമ്മമം ഒക്കെ ആയിട്ട് ഭൂത്വ യുദ്ധസ്വ വിഗത ജ്വര, ആ ദുഃഖമാകുന്ന അസുഖം നിന്നിൽ നിന്ന് മാറ്റിയിട്ട് സുഖമാകുന്ന യുദ്ധത്തിലേക്ക് കടക്കാനാണ് പറയുന്നത്.
കാരണം വില്ലാളി വീരൻ്റെയൊക്കെ സുഖം എപ്പോഴും എന്താണ്? അവനവനെ അറിയുന്ന പണി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സുഖം. അപ്പം ഞാൻ എൻജോയ് ഉണ്ട്, നിങ്ങൾ സഫർ ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനേ പറ്റില്ല, ഉറപ്പായിട്ടും. അപ്പം അതാണ് ഉണ്ടാവേണ്ടത്. 35-ാമത്തെ ശ്ലോകം എടുക്കാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ. നല്ല ഗുണമുള്ളവന് എന്ത് ശ്രേയസ്സുള്ള പണി എന്താണ്? സ്വധർമ്മം. സംസ്കൃതം വളരെ എളുപ്പമായി. ഇങ്ങനെ ഒന്ന് വായിക്കുന്ന പോലെ അങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ടൊന്ന് കലക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പരധർമാത് സ്വ അനുഷ്ഠിതാത്. പരധർമ്മം സ്വന്തം അനുഷ്ഠിച്ചാൽ സ്വധർമ്മേ നിധനം ശ്രേയ. സ്വധർമ്മമാണ് എന്തുള്ളത്? നിധനം. നിനക്ക് ചെയ്യേണ്ട ഏറ്റവും നല്ല മാർഗവും കർമ്മവും ശ്രേയസ് തരുന്നതും അതാണ്. പരധർമ്മോ ഭയാവഹ. മറ്റുള്ളവരുടെ പണി ചെയ്യുന്നത് എന്താണ്? ഭയമുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ സ്വന്തം ധർമ്മം കണ്ടെത്തിയ സ്വന്തം പണി ചെയ്യുക, അവനവൻ അറിയുന്ന പണിയേ ചെയ്യാവൂ. ചായ ഉണ്ടാക്കാൻ അറിയാത്തവൻ എന്ത് തുടങ്ങരുത്? ചായക്കട തുടങ്ങരുത്. കാരണം ഒരു ദിവസം ഒരു കുക്ക് വന്നില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യാൻ അറിയണം. നമ്മൾ കുക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് അയാൾ വന്നില്ലെങ്കിൽ എന്ത് പറ്റും? മനസ്സിലായോ? കുറച്ച് സമയം ലേറ്റ് ആയാലും കുടുങ്ങിയില്ലേ? ആരെങ്കിലും കാത്തിരിക്കുമോ? നമ്മുടെ കുക്ക് വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് അതും അറിയണം. അപ്പോൾ അതന്നെ ചെയ്യണം എന്നല്ല പറയും. സ്വധർമ്മം, നമ്മൾ ചെയ്യുന്ന പണി സ്വധർമ്മം, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം, അത് അറിയണം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വ അനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ. ഇത് നല്ല ശ്ലോകാന്ന് പറയും. ഓക്കെ, ഇനിയോ 38-ാമത്തെ ശ്ലോകം. നമ്മളെ പലപ്പോഴും അത്യാഗ്രഹങ്ങളായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഗുണങ്ങളെ പുറത്ത് കാണിക്കാൻ പറ്റാതെ മൂടും. നമുക്ക് കഴിവുണ്ട്, പക്ഷെ എന്ത് പറ്റും? അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. എന്തോ ഒരാഗ്രഹം, അൺവാണ്ടഡ് ഡിസയർ, ആവശ്യത്തിലധികം ഒരാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അന്ധരാവും. എല്ലാ കാര്യത്തിലും അങ്ങനെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധൂമേന വൃതയെ വഹ്നി. അഗ്നിയെ മൂടുന്നത് എന്താണ്? ചാരം. അതുപോലെ ധൂമം. ധൂമം എന്ന് പറഞ്ഞാൽ പുകയാണ്. ഓക്കെ, പുകയാണ് അഗ്നിയെ കാണിക്കാതിരിക്കുക. നല്ല തീയുണ്ട്, പക്ഷെ പുക മാത്രമേ കാണുള്ളൂ. ഉള്ളിൽ കത്തുണ്ട്, പുറത്ത് കാണില്ല. നമ്മളിതൊക്കെ ഉള്ളൊരു കുഴപ്പമാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. എന്താ കാരണം? പുകയാണ്. പുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? ഇല്ലേ? നിമിഷം ജ്വലിതം ശ്രേയം. ജ്വലിക്കുന്നുണ്ട്, പക്ഷെ അകത്തേ ഉള്ളൂ. എന്താ കാരണം? നിങ്ങൾ മൂടിയിരിക്കുന്നു. എന്തിനെ കൊണ്ട് മൂടിയിരിക്കുന്നുണ്ട്? ഒന്ന് അറിവില്ലായ്മ, ഒന്ന് മാർഗമില്ലായ്മ, ഒന്ന് സപ്പോർട്ടില്ലായ്മ, ഒന്ന് ഇനീഷ്യേറ്റീവ് ഇല്ലായ്മ. ഈ സംഭവങ്ങളൊക്കെ മാറ്റണം. യഥാ ദർശോ മലേന ച. ഏതുപോലെ? എൻ്റെ കണ്ണിൽ എന്തോ ഒരു കരട് കുടുങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുമോ? എൻ്റെ ദർശനത്തെ മലം എങ്ങനെയാണോ അഴുക്ക്, എൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കണ്ണാടിയിലാവാം, അല്ലെങ്കിൽ കണ്ണടയിലാവാം, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലാവാം. എങ്ങനെയാണോ കാണുന്ന സംഭവം. ഞാൻ ഒരു മിറർ നോക്കുന്നു, ഞാൻ നല്ല ശുദ്ധമുള്ള ആളാണ്, പക്ഷെ മിററിൽ കംപ്ലീറ്റ് പൊടിയാണെങ്കിലോ കാണാൻ പറ്റില്ല. ഞാൻ ഇടുന്ന കണ്ണടയിലാണെങ്കിലോ കാണാൻ പറ്റില്ല. എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ കരട് പെട്ടാലോ കാണാൻ പറ്റില്ല. എന്താണോ എന്നെ കാണിപ്പിക്കാൻ കെൽപ്പുള്ളത് അതിലെവിടെയെങ്കിലും പൊടി പിടിച്ചാൽ ഒന്നും കാണാൻ പറ്റണ്ട. അതുപോലെ യഥാ ദർശോ മലേന ച. കഷ്ണം കഷ്ണമായിട്ട് ഒന്നൊന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും, ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വായിക്കുന്നത്, അർത്ഥം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്കാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വായിച്ചു തീർക്കല്ല ചെയ്യേണ്ടത്. ഭഗവത്ഗീത എന്ത് ചെയ്യണം? ഒരു ദിവസം 1-2 ശ്ലോകം പക്ഷേ ഇങ്ങനെ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കും? ശ്ലോകം പഠിക്കും, അതിൻ്റെ സംസ്കൃതവും പഠിക്കും. സംസ്കൃതം പഠിക്കണമെന്നില്ല. പലർക്കും സംസ്കൃതം അറിയാം, പക്ഷെ ശ്ലോകം വായിച്ചാൽ മനസ്സിലാവില്ല. പലർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഇംഗ്ലീഷ് കവിത വായിച്ചാൽ മനസ്സിലാവില്ല. എന്താ കാരണം? ഇങ്ങനെയല്ല വായിക്കാം, വായിച്ചു തീർക്കുക വയ്യ. നമ്മളാർക്കും ഗ്യാരണ്ടി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഭഗവത്ഗീത 100 പ്രാവശ്യം വായിച്ചു തീർക്കാന്ന്. ഉണ്ടോ? സ്വന്തം വായിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം. യഥേ അൽബേന വൃതോ ഗർഭ. ഇങ്ങനെയാണ്, എങ്ങനെയാണോ ഗർഭത്തിൽ
ഉൽബേന പുറത്തു വരുന്ന സമയത്ത്, യഥാ ആവൃത ഒരു ശിശു പുറത്തു വരുന്ന സമയത്ത് മറുപിള്ള എങ്ങനെയാണോ ആവൃതമായിരിക്കുന്നത് അതുപോലെ ആ കുട്ടിയെ ഒരു മറുപിള്ള കവർ ചെയ്തതുപോലെ, കണ്ണിൽ കരടുള്ളതുപോലെ, അഗ്നിയെ പുക മറച്ചതുപോലെ, തഥാ തേനേത മാവൃതം നമ്മുടെ ഏതാണ് നമുക്കുള്ള തഥാ ഇതം തേന ആവൃതം. ഏത് കാര്യം? ഈ ജ്ഞാനം. ഏത് ജ്ഞാനം? ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ജ്ഞാനവും ഏതിനെ മൂടും? ചിലപ്പോൾ കാമത്തെ മൂടും, അല്ലെങ്കിൽ ജ്ഞാനത്തെ മൂടാൻ കാമം മതി എന്നർത്ഥം. തിരിച്ചു ആവാം. അപ്പം നമുക്ക് എന്താണോ പുറമേക്ക് വരേണ്ടത്, നല്ല ആഗ്രഹങ്ങൾ വെച്ചിട്ട് എനിക്ക് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ആഗ്രഹത്തെ പുറത്തേക്ക് കൊണ്ടുവരണം. കുറേ അറിവുണ്ടായാലും പ്രശ്നമാണ്, ടെൻഷനാണ്. എന്തുകൊണ്ടാണ് പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് ടെൻഷൻ? ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ടെൻഷൻ എന്താ കാരണം? ഒരു വേക്കൻസി ഉള്ളൂ, നമ്മൾ 4 ആളുണ്ട്, ടെൻഷനായി. ഒരു വേക്കൻസി ഉള്ളൂ എന്നുള്ള അറിവ് തന്നെ ഭയം ഉണ്ടാക്കും, ഇല്ലേ? 4 വേക്കൻസി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലോ, 4 പേരേ ഉള്ളെങ്കിലോ സന്തോഷമായി. അപ്പം അറിവ് ഗുണവും ചെയ്യും, അറിവ് ദോഷവും ചെയ്യും. മനസ്സിലായോ? കേരളത്തിൽ ഓടിക്കുന്ന സമയത്ത് റോഡിലൊന്നും വണ്ടി കാണുന്നില്ല അതായിരിക്കും, നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഉറപ്പാ. എന്താ? ബന്ധുള്ള ദിവസമാണ്, അല്ലേ? അപ്പം എനിക്ക് ഭയമായി. കുറേ വണ്ടികളുണ്ട്, ട്രാഫിക് ജാം വരുമ്പോഴും ഭയം ഉണ്ടാവാം, ഇല്ലേ? 2 കാര്യത്തിലും ഭയമാണ് നമുക്ക്. കാരണം ഏതാണ് നമുക്ക് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അറിവില്ലായ്മയാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം. അപ്പോൾ അറിവ് എന്ത് ചെയ്യണം? തുറന്നു വിടാൻ പറ്റുന്നതാവണം. അഗ്നിയെ തുറന്നു വിടാൻ പറ്റുന്നതാവണം. പുകയെ കളഞ്ഞിട്ട്, കണ്ണിലെ കരട് നീക്കിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കാണുന്ന മിററിലെ കരട് കളഞ്ഞിട്ട് വേണേ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. ചാപിള്ളയുടെ അത് മാറ്റിക്കഴിഞ്ഞാലാണ് കുട്ടിയുടെ ജന്മം നന്നാവുക. തഥാ തേനാതാം ആവൃതം. ആവൃതമായിട്ടുള്ള അറിവ് ഉണ്ടാക്കണമെങ്കിൽ അതിനെ ഏതുകൊണ്ടാണോ മൂടിയിരിക്കുന്നത് അതിനെ കളയണം. അധികം ആഗ്രഹം നമ്മളെ പലപ്പോഴും അന്ധരാക്കും, അല്ലെ? എടുത്ത് ചാടും ചിലർ. എനിക്ക് വലിയ കഴിവുണ്ടെന്നൊക്കെ തോണ്ടി ചാടും, അധികമുള്ള ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് നീന്തൽ അറിയാണ്ട് ഇവിടെ ചാടരുത്. അപ്പം അതിനാവശ്യമുള്ള പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാക്കിയിട്ടേ ചാടാവൂ. ചിലപ്പോൾ ധൈര്യമൊക്കെ നല്ലതാണ്, പക്ഷെ അധികമായാൽ, നല്ല ധൈര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചാടുമ്പോൾ ചിലപ്പോൾ നമുക്കറിയില്ല ആ കുളത്തിൽ, അല്ലേ? ചിലപ്പം വല്ല ആഴും ഉണ്ടാവും, ചിലപ്പം വല്ല ജീവികളുണ്ടാവും. അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം. അറിവാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം. അപ്പോൾ അറിവ് വേണോ കർമ്മം ചെയ്യണോ? അറിവോടെ കർമ്മം ചെയ്യണം. അപ്പോൾ അടുത്തത് എന്താവണം? ജ്ഞാന കർമ്മ സന്യാസ യോഗം, ഇല്ലേ? അർജുനൻ ചോദിച്ചതിൻ്റെ ഉത്തരം എവിടെ വന്നു? അവിടെ പറഞ്ഞിട്ടില്ല, അടുത്ത അധ്യായത്തിൽ ഹെഡിങ് ആയിട്ട് പറഞ്ഞു. ജ്ഞാനം വേണോ കർമ്മം വേണോ എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പിന്നെ ജ്ഞാന കർമ്മ അത് സന്യാസത്തിൽ വരണം എന്നാണ്. എങ്ങനെ വേണം? പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട്, സ്വയം ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, സ്വാർത്ഥതയില്ലാതെ ജ്ഞാനവും കർമ്മവും ചെയ്യാൻ പറ്റുന്നവർക്ക് ജ്ഞാനകർമ്മ സന്യാസ യോഗം. 4-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വീഡിയോസ് എഴുതി വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂരുള്ള വലിയൊരു പേര് തന്നെ സനാതൻ എന്നൊക്കെ വരുന്ന സ്കൂളിൻ്റെ പേരാണ്. അവിടെ പോയിട്ട് സംസ്കൃതം ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ ടീച്ചർമാർക്ക് ഒരു ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നാൽ നിങ്ങൾക്ക് ഒരു അവാർഡ് എന്തെങ്കിലും തരാം. ഞാൻ പറഞ്ഞല്ലോ കോമ്പറ്റീഷനാണ് ആൾക്കാർ. അതിൽ ആ സ്കൂളിലുള്ള ഒരു സംസ്കൃതം ടീച്ചർ എഴുതുന്നത് ഗ്ലാനിർ ഭവതി ഭാരത, ഇന്ത്യയിൽ ഗ്ലാനി ഉണ്ടാവും. ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആണല്ലോ, അല്ലേ? ആ ഭാരത എന്നുള്ളത് അർജുനനെ വിളിച്ചതാണെന്ന് പോലും അറിയാത്ത സംസ്കൃതം ടീച്ചർമാർ 35,000-40,000 രൂപ ശമ്പളം മേടിച്ചിട്ട് പ്രൈവറ്റ് സ്കൂളിൽ പണിയെടുക്കുന്നുണ്ട്, സംസ്കൃതം ടീച്ചറായിട്ട്. അപ്പോൾ അവർ പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു കളവും പറയല്ല കേട്ടോ, ഞാനത് പബ്ലിഷ് ചെയ്ത് ഇട്ടിട്ടില്ല. ആ പേരും പറഞ്ഞ സ്കൂളിൻ്റെ പേരും പറഞ്ഞത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ വേണ്ടാച്ചിട്ടാ. വല്ലാത്ത കഷ്ടമാണ്, ഒരു അറിവുമില്ല. കാരണം വായിക്കുന്നത് ആ ഭാരതം എന്ന് കണ്ട ഗ്ലാനിർ ഭവതി ഭാരത എന്നാണ്. നല്ല ഗ്ലാനി ഉണ്ടാവും ആർക്ക്? ഇന്ത്യക്ക്. ഭാരത യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത
അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നാണ്. എവിടെയാ ഉണ്ടാവുക? ആത്മാവിൽ. തദാത്മാനം സൃജാമ്യഹ. അവിടെ എന്ത് ഉണ്ടാവും? അത്യാവശ്യം വേണ്ടത് എൻ്റെ ഉള്ളിൽ എവിടെയാണോ സൃഷ്ടി നടക്കുന്നത്, എവിടെയാണ് സൃഷ്ടി നടക്കുന്നത്? എൻ്റെ ആത്മാവിൽ, എൻ്റെ ഉള്ളിലാണ്. ആ ആത്മാവിൽ തദാത്മാനം സൃജാമ്യഹം. എന്ത് ജന്മമെടുക്കും? ജന്മമെടുക്കും, നല്ല ജന്മമെടുക്കും. എവിടെയാ ജന്മെടുക്കുക? അവിടെ. എവിടെയാ ജന്മെടുക്കുക? നിങ്ങളുടെ ഓരോരുടെ ആത്മാവിലും ഞാൻ ജന്മമെടുക്കും. എപ്പോ? നിങ്ങൾക്കൊക്കെ ഗ്ലാനി ഉണ്ടാവുമ്പോൾ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ വരും. അത് ഭാരതത്തിലും വരും, ലോകത്തിലും വരും, ഓരോരാളുടെ മനസ്സിലും വരും. ആരോടാ പറയണത് ഇത്? അർജുനോട്. ആ ഭാരത എന്ന് പറഞ്ഞാൽ ഭാരതമല്ല, ഇന്ത്യയിൽ ഞാൻ ജനിക്കുന്നല്ല, എൻ്റെ ഇന്ത്യയിലെ പ്രശ്നം വരുമ്പോഴല്ല. തഥാ 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 അഹം. എപ്പോഴൊക്കെയാണോ എവിടെയൊക്കെയാണോ ഞാൻ വരേണ്ടത് അവിടെയൊക്കെ ഞാൻ വരും. എപ്പോ? ഏ അർജുന ഭാരത യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനി. എവിടെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, മങ്ങലേൽക്കുന്നത്, അധർമ്മസ്യ അതിനെ അധർമ്മത്തിൽ നിന്നും അഭ്യുത്ഥാനം മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ, ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭവതി ഉണ്ടാവും. ആരുണ്ടാവും? ഞാനുണ്ടാവും, ഭഗവാൻ ഉണ്ടാവും. അത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടാവണം. എപ്പോ? നമുക്കൊരു ഭയം വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഒരു ഊർജം എന്നിലുണ്ടാവണം എന്ന് നമ്മൾ സ്വയം അറിയുന്നതിനാണ് അത്. ആ അറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ആത്മാവിലാണ് ജനിക്കുന്നത്, അല്ലാണ്ട് വേറൊരു സ്ഥലത്ത് ജനിക്കുന്നതല്ല. എൻ്റെ ആത്മാവിൽ തദാത്മാനം സൃജാമ്യഹം. ഓക്കെ, അത് ലോകത്തിന് വേണ്ടി ജനിക്കുമ്പോൾ ഭഗവാൻ ജനിക്കുന്നു എന്ന് നമുക്ക് പറയാം. സാധാരണ അത് മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടത് എൻ്റെ ഉള്ളിൽ മാറ്റം വരുത്താൻ വേണ്ടി എനിക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. അല്ലാതെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട്, അർജുനനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജന്മം കൊണ്ടു എന്ന് കൃഷ്ണൻ പറയേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും അറിയാം. മനസ്സിലുള്ള യുദ്ധമാണ്. ഓക്കെ, അപ്പോൾ ആത്മാവാവുന്ന കൃഷ്ണൻ, മനസ്സാവുന്ന അർജുനൻ, രണ്ടുപേരും കൂടി ഒന്നായാൽ നമുക്ക് വിജയം കിട്ടുന്നതാണ്. അതേ ഉള്ളൂ. അർജുനൻ ആരാ? മനസ്സാണ്. അതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ടാവണം? സ്വയം ആത്മാവിൽ. തദാത്മാനം സൃജാമ്യഹം. ആത്മാവിൽ, നേരത്തെ ആരോ ചോദിച്ചു ആത്മീയത കൊണ്ട് ഗുണമുണ്ടോ? ആത്മീയത ഉള്ളിൽ ഉണ്ടാവണം. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഗ്നറ്റ് അയേൺ പൗഡറിൽ അല്ലെങ്കിൽ അയേണിൽ മാഗ്നറ്റിസം വരണമെങ്കിൽ എന്ത് ചെയ്യണം? കുറേ സമയം അടുത്ത് വെച്ചിട്ടൊന്ന് അരച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അയേണും എന്തായിട്ട് മാറും? മാഗ്നറ്റായിട്ട് മാറും. അതാണ് സത്സംഗം. അത് ഒരു ദിവസം കണ്ടതുകൊണ്ടല്ല, ഇടപെടുക. ഇടപെട്ട് വരുമ്പോഴത്തേക്കും അതുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കാകസംസർഗമേറ്റാൽ കുയിലിന് ഒച്ച മാറുമോ? വിചാരിച്ചാലേ പറയും. ഓക്കെ, തിരിച്ചുള്ളതും ഉണ്ട്. എന്താ ഉള്ളത്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടന്നാൽ കല്ലിനുമുണ്ടാം സൗരഭ്യം. അപ്പം അത് കല്ലിനത് കഴിവുണ്ട്, പിടിച്ചെടുക്കാനുള്ള കഴിവുള്ള ജീവിയാണ് ഏത്? കല്ല്. അതുകൊണ്ടാണ് കല്ലിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൂജ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാൾ നീ കല്ലാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയണം. എന്താ കാരണം? മാറ്റം ഉണ്ടാവാൻ തയ്യാറാണ് ഞാൻ, എന്നിൽ പൂജ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും എന്ന് പറയണം. അല്ലേ? അതാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ ഏതാ ശ്ലോകം കേട്ടത്? ഇപ്പം നമ്മൾ എല്ലാം അറിയുന്ന ശ്ലോകമല്ല, ഒന്ന് ഉറക്കെ ചെല്ലപ്പോ, അപ്പോൾ ഒരു സുഖമുള്ളൂ. ഉറക്കെ. അടുത്തതും അടുത്ത ശ്ലോകം. ഇത് എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ വേഷക്കെട്ടിട്ട് വരുന്നതെന്നാണ്. ഇതിനു മുമ്പ് എന്തിനാണ് രാമൻ വേഷമിട്ട് വന്നത്? യുഗേ യുഗേ, ഓരോ യുഗത്തിലും എന്തിനാണ് ഞാനിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്, സംഭവിക്കുന്നത് എന്തിനാണ്? സംഭവാമി യുഗേ യുഗേ. എന്തിനു വേണ്ടിയിട്ടാണ്? പരിത്രാണായ സാധൂനാം, സാധുക്കളെയാണ്. ആരാ സാധുക്കള്? പണമില്ലാത്തവരെന്നല്ല. ആരാ സാധുക്കള്? വിവരമില്ലാത്തവരും അറിവില്ലാത്തവരും സാധുക്കളാണ്. ഏറ്റവും വലിയ സാധുക്കൾ ആരാ? അറിവില്ലാത്തവരാണ്. ഒരു ഗുണവും ഇല്ലാത്തവരാണ് ഏറ്റവും വലിയ സാധുക്കൾ.
ഗുണം ഉണ്ടായിട്ടത് കാണിക്കാൻ പറ്റാത്തവരാണ് അതിനേക്കാളും വലിയ സാധുക്കൾ. ഇല്ലേ? അങ്ങനെ സാധു എന്ന് പറയുന്നത് കൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ, അങ്ങനെ ഒരു ധാരണയൊന്നും വേണ്ട. അങ്ങനെ പിന്നെ അർജുനനെ തേരിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കയറ്റിയിരുത്തിയാൽ പോരെ? കഴിവുണ്ടായിട്ട് ഉപയോഗിക്കാത്ത അർജുനെ കയറ്റാൻ കാരണം എന്താ? അതാണ് ഏറ്റവും വലിയ പാപ്പരത്വം. മനസ്സിലാവുണ്ടോ? കഴിവുണ്ട് എന്നിട്ടത് ഉപയോഗിക്കാത്തവനാണ് ഏറ്റവും വലിയ പാപ്പരാസി, പാവപ്പെട്ടവൻ. അതുകൊണ്ടാണ് അർജുനെ കയറ്റിവിട്ടത്. അതുണ്ടാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അർജുനന്റെ തേരാളിയായി മാറിയത്. അതിനേക്കാളും കഴിവുകെട്ട കുറേ പാവപ്പെട്ടവരുണ്ടായിരുന്നു. അവരുടെ തേരാളിയാവാത്തതുകൊണ്ടാ. അവരെക്കാളും പാവപ്പെട്ടവനാണ് കഴിവുണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തവർ. ഏറ്റവും വലിയ പണക്കാരൻ ആരാന്നറിയോ? ഉണ്ടായിട്ട് വേണ്ടാത്തവൻ. ഏറ്റവും വലിയ പണക്കാരനാരാ? കുറേ കാശുണ്ട് എന്നിട്ട് അത് ആർക്കെങ്കിലും കൊടുക്കുന്നവനാണ് ഏറ്റവും വലിയ പണക്കാരൻ. ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന എന്തുകൊണ്ടാ? വേണ്ട വെച്ചിട്ടല്ലേ. ഉണ്ടായിട്ട് വേണ്ടാത്തവരാണ് ഏറ്റവും റിച്ച്. അതാണ് യാഗയജ്ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. അരിയും നെയ്യൊക്കെ എടുത്തിട്ട് എവിടെയാണ് ഇടുന്നത്? അഗ്നിയിലല്ലേ. ആ ഇടാനുള്ള കഴിവാണ് നമ്മുടെ റിച്ച്നെസ്. ഇത് രണ്ടും മനസ്സിലാക്കണം. പരിത്രാണായ സാധൂനാം. അപ്പൊ സാധുക്കളെ എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെന്ന് ധരിക്കരുത്. ഓക്കെ. ആരാണ്? ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ട ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദുഷ്കൃതാം വിനാശായ. ദുർജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവർക്ക് എന്തേ ചെയ്യാൻ പറ്റാത്തത്? ആ ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനൊക്കെ മാറ്റണം. ആ ചുറ്റുമുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ധർമ്മ സംസ്ഥാപനാർത്ഥായ. ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി. എന്താ ധർമ്മം? ആവശ്യമുള്ളവർക്കും നന്മയുള്ളവർക്കും നല്ല മനസ്സുള്ളവർക്കും കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ധർമ്മം. എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ എവിടെ, ആര്, എങ്ങനെ, എപ്പോ, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് ധർമ്മവും അധർമ്മവും. നന്മയും തിന്മയും എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഇല്ല. ആര്, എവിടെ, എങ്ങനെ, എപ്പോ, ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ്. ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് ചെയ്യുമ്പോൾ നല്ല കാര്യമാണ്, പക്ഷെ മറ്റൊരു സ്ഥലത്ത് ചെയ്യുമ്പോൾ മോശമാണ്. ചില ആൾക്കാരുടെ മുന്നിൽ ചെയ്യുന്നത് നല്ലതാണ്, ചില ആൾക്കാരുടെ കാര്യങ്ങൾ മറവിൽ ചെയ്യുന്നതും തെറ്റാണ്. അപ്പം ഏത് മുന്നിൽ ചെയ്യണോ അതേ ചെയ്യാവൂ, ഏത് മറവിൽ ചെയ്യണോ അതേ ചെയ്യാവൂ. അപ്പോൾ എവിടെ, ആര്, എങ്ങനെ, എപ്പോ, ആരുടെ മുന്നിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നന്മയും തിന്മയും. ഇത് നല്ല ശ്ലോകാന്ന് ആലോചിച്ച് നോക്കുന്നത് അല്ലേ? പരിത്രാണായ സാധൂനാം. ഉറക്കെ ചൊല്ല്. ഞാൻ എല്ലാം ചൊല്ലാൻ പറയില്ലേ, ഇത് അറിയുന്നതായതുകൊണ്ടാണ് നിങ്ങളോട് ചൊല്ലാൻ പറയണത്. ദുഷ്കൃതാം. ച എന്ന് പറഞ്ഞ ആൻഡ് എന്നാണ്. എപ്പോഴും സംസ്കൃതത്തിൽ ച എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആൻഡ്, അതുകൂടി എന്നാണ്. 10ാമത്തെ ശ്ലോകം നമ്മൾ പണ്ടും കണ്ടിട്ടുണ്ട്. സ്ഥിതപ്രജ്ഞൻ പറയുമ്പോൾ വീതരാഗ ഭയക്രോധ. അതിവിടെ പിന്നെയും വരും. ഏതാണ്? ചൊല്ല്. ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഓരോ സമയത്തും വ്യത്യസ്ത പേരിലാണ് വിളിക്കുക. ഇപ്പൊ വിളിക്കുന്നത് എന്ത് പേരിലാ? ബാഹവോ. എന്താണ് ബാഹവോ എന്ന് പറഞ്ഞാല്? നല്ല തടിമിടക്കുള്ള ആളാണ്. ചില സ്ഥലത്ത് ഭാരത എന്ന് വിളിച്ചാൽ എന്താ അർത്ഥം? ഒരു രാജാവിൻ്റെ ഗമയിൽ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഭരതവംശത്തിൽപ്പെട്ടവനെ എന്നാണ്. പാർത്ഥ എന്ന് വിളിച്ച അർത്ഥം കുറച്ച് സ്നേഹത്തോടു കൂടി പറയുന്ന കാര്യമാണ്. നമ്മൾ ഒരാളെ പേര് വിളിക്കുന്ന, ആ പേര് വിളിക്കുന്ന കേട്ടാൽ അറിയാം പറയാൻ പോകുന്ന സംഭവം എന്താണ്. അപ്പോൾ അതുപോലെയാണ് മഹാബാഹോ എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. ഓക്കെ. വീത രാഗ ഭയ ക്രോധ. രാഗം, ദ്വേഷം, അത്രയുള്ള എല്ലാ സംഭവങ്ങളും, ഭയം, ക്രോധം, ഇതൊക്കെ മന്മയ മാം ഉപാശ്രിത. എന്തു ചെയ്യണം? എൻ്റെ ഉള്ളിൽ എന്നെ തന്നെ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു കർമ്മമായിട്ട് കാണും. എങ്ങനെ ചെയ്യണം? ജ്ഞാന തപസാ. ജ്ഞാനം, തപസ്, അറിവും വേണം, ഡെഡിക്കേഷനും വേണം. തപസ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷനാണ്. താപസി എന്ന് പറഞ്ഞാൽ എനിക്ക് തപം ഉള്ളതാണ്. എന്താ തപം? എൻ്റെ ഉള്ളിൽ കത്തുകയാണ് ഇങ്ങനെ ഒരാളെ സഹായിക്കാൻ.
എന്നല്ലേ പറയാം. ഏറ്റവും നല്ല ആഗ്രഹത്തോടു കൂടി, വായ്പോടുകൂടി, സ്നേഹത്തോടുകൂടി, ദയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ താപസ കർമ്മങ്ങളാണ്. അതുകൊണ്ട് ജ്ഞാന തപസ, അറിവോടുകൂടിയുള്ള തപസ്, ആ ആഗ്രഹത്തോടു കൂടിയുള്ള ജ്ഞാനമാകുന്ന തപസ്സോടുകൂടി പൂത ബാഹവഹ, പരിശുദ്ധമായിട്ട് ആർക്കൊക്കെ വേണ്ടി വേണം? ഞാനിപ്പോൾ പറയുന്നത് ഈ അർജുനൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ മഹാബാഹോ എന്ന് പറയുമ്പോൾ അർജുനാണ്, ബാഹവഹ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ബാധകമാണ്. നമ്മളൊക്കെ ചെറിയ കൈകളാണ്, നമുക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്ന അർത്ഥം. മദ്ഭാവം ആഗതാഹ, എൻ്റെ ഭാവത്തെ, എന്താ എൻ്റെ ഭാവം? ആത്മാവ്. എൻ്റെ ഉള്ളിൽ എന്ത് പുറത്തേക്ക് വരണം? ആത്മാവ് പുറത്തേക്ക് വരുന്നിട്ട് ആത്മാവിൽ പ്രാപിക്കണം. എൻ്റെ ചിന്തകൾ എവിടെയാണ് വേണ്ടത്? വീത, രാഗ, ഭയ, ക്രോധം ഒക്കെ എവിടെയാണ് ഉണ്ടാവുന്നത്? മനസ്സിലാണ്. ആ മനസ്സിൻ്റെ ഭാവത്ത് നിന്ന് ഞാൻ എവിടത്തേക്ക് പോകണം? ആത്മാവിൻ്റെ ഭാവത്തിലേക്ക് പോകുമ്പോൾ അതാണ് മന്മയാ, എൻ്റെ അടുത്തേക്ക് എത്തണം. എവിടത്തേക്ക് എത്തണം? മനസ്സിലല്ല പ്രവർത്തിക്കേണ്ടത്. എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്? ആത്മാവിൽ. അങ്ങനെയായാൽ നമ്മൾ ആരായി? ആത്മീയ പുരുഷനായി. ഓക്കെ. അപ്പം എൻ്റെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഞാൻ എന്ന വ്യക്തി ഈ യൂണിവേഴ്സ് ആവുന്ന അറിവിലേക്ക് മാറണം. ഓക്കെ. ആ ആത്മാവിലേക്ക് ഞാൻ കയറിപ്പിടിക്കണം. ആ ആത്മാവിലേക്ക് കയറിപ്പിടിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ തിരിച്ചറിവുണ്ടാവുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവില്ല? വീതരാഗ, ഭയ, ക്രോധം ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാവുന്ന മനസ്സിലാണ്. മനസ്സ് ചാഞ്ചാടുമ്പോഴാണ് ദേഷ്യം വരുന്നതും അഹങ്കാരം വരുന്നതും ആൾക്കാരോട് അടിപിടി കൂടുന്നതും ഒക്കെ. ആത്മാവിലാവുമ്പോഴത്തേക്ക് ഇതൊന്നും ഉണ്ടാവില്ല. കുറച്ച് ഡീപ്പറാവണം. എവിടെയാ കടലിലൊക്കെ തിരമാലകൾ ഉണ്ടാവുക? മുകളിൽ മാത്രം, സർഫസ് ലെവലിലാണ്. അപ്പം എപ്പോഴും ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവുന്ന മനസ്സ് വല്ലാണ്ട് ഇല്ലേ തിരമാലകൾ പോലെ വരും. പക്ഷെ കുറച്ചും കൂടി താഴത്തോട്ട് പോയാലോ ശാന്തമായിട്ടുള്ളൊരവസ്ഥ വരും. അപ്പം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ. ആത്മീയമായിട്ട് ആവേണ്ടതാണ്. അതാണ് സ്പിരിച്വാലിറ്റി. അല്ലാണ്ട് ഭക്തി കാണിക്കുന്നത് സ്പിരിച്വാലിറ്റി അല്ല, അത് മനസ്സിൻ്റെ ലെവലിലാണ്. അവിടെ നിന്നും ആത്മീയമായിട്ട് ഉയരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ അറിയുന്നൊരവസ്ഥയിലേക്ക് വരും. ആ അറിവാണ് യഥാർത്ഥ അറിവ്. അതുണ്ടാവണം. നല്ല ബ്യൂട്ടിഫുൾ ശ്ലോകമാണ് ഇതൊക്കെ. അതാണ് മമ ഉപാശ്രിത, എന്നെ ഉപാസിക്കണം. എന്നെ ഉപാസിക്കണം എന്ന് വെച്ചാൽ ഭഗവാനെ പോയിട്ട് ഉപാസിക്കണം എന്നല്ല അർത്ഥം. എൻ്റെ ആത്മാവിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതാണ്. 11ാമത്തെ ശ്ലോകവും ചൊല്ലാമോ? ഇവിടെ നോക്കൂ, പാർത്ഥ എന്ന് വിളിച്ചു അല്ലേ? എന്താണ് കാരണം? അല്ലയോ പാർത്ഥ, അർജുന, താൻ യഥാ ഏവഹ, ഏത് പ്രകാരമാണോ എന്നെ, അഹം ഭജാമി, ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തോന്നലിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, മനുഷ്യാഹ സർവശഃ, ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സ്ഥലത്തും എവിടെയും എപ്പോഴും ചെയ്യുന്ന മമ വർത്തഹ, എൻ്റെ മാർഗത്തിലൂടെയാണ് അനുവർത്തന്തേ, പുറത്തു കൂടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ധാരണ നമ്മൾ മനസ്സിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ശരിക്കും മനസ്സിൻ്റെ കാര്യങ്ങളല്ല ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലൊരു ആത്മാവ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആരാ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഏതോ ഒരു സാധനം. അതാരാ? അതാണ് ആത്മാവ്. അപ്പോൾ ചെയ്യണ്ടായിരുന്നു എന്ന് പറയാൻ എന്താ കാരണം? മനസ്സ് നമ്മളെ നിയന്ത്രിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മളോട് പറയും അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, കറക്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ്, ദുഃഖം ഉണ്ടാവും. എന്താ കാരണം? ചെയ്യുന്നതെന്ന് അതല്ല ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാം, പക്ഷെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ചെയ്തു പോകുന്നു അല്ലേ? എന്നാൽ പിന്നെ ചിന്തിച്ച് ചെയ്തോളാന്ന് പറയും. ചിന്തിച്ച് ചെയ്താലോ? ചിന്തിച്ച് ചെയ്യുമ്പോൾ ചെയ്യണ്ടെന്നാ തോന്നുന്നത്. അപ്പം ആത്മാവിന് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചിന്ത വരുമ്പോൾ എന്ത് വരും? എന്നാൽ വേണ്ട കേട്ടോ, നടക്കില്ല തോന്നും. ആത്മാവ് ആവശ്യമുള്ളതല്ല ബുദ്ധി പറയാം, ആത്മാവിന് ആവശ്യമുള്ളതല്ല മനസ്സ് പറയാം. ഇത് രണ്ടും അടിപിടി കൂടും. ഇതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ബുദ്ധിയും മനസ്സും തമ്മിലുള്ള അടിയാണ്. അവിടെ തീർക്കണമെങ്കിൽ എന്ത് പുറപ്പെടണം? എന്നിൽ അർപ്പിച്ചോളാനാ പറഞ്ഞത്. എന്താ എന്നിൽ? ആത്മാവിൽ അർപ്പിച്ചിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തോ ഒരു ആഗ്രഹമുണ്ട് ഇല്ലേ? എന്ത് വന്നാലും ശരി ഞാനത് ചെയ്യുകയാണ്. അത് താൽക്കാലികമായ ഇഷ്ടം കൊണ്ടോ അനിഷ്ടം കൊണ്ടോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ആത്മാവിന് തോന്നുന്ന കാര്യം ഉടനെ അങ്ങനെ ചെയ്യാം. ഉറപ്പായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഭഗവാൻ പറഞ്ഞു. അതെൻ്റെ മാർഗമാണ് എന്നത്. ആരുടെ മാർഗത്തിലൂടെയാണ് നമ്മളപ്പോൾ പോകുന്നത്? ഭഗവാന്റെ മാർഗത്തിൽ. മനസ്സ് പറയുന്നത് കേട്ടാൽ നമ്മുടെ മാർഗത്തിലൂടെയാണ് പോകുന്നത്.
അർജുനൻ മനസ്സിന്റെ മാർഗത്തിലൂടെയാണ് പോകുന്നത്. അതല്ല ചെയ്യേണ്ടത് അർജുന, എൻ്റെ മാർഗത്തിലൂടെ നീ വാ. അപ്പോൾ എന്തുണ്ടാവും? വിജയശ്രീ ഉണ്ടാവും. കുറേ ആലോചിച്ചിരുന്നാലോ ചെയ്യാണ്ടിരിക്കും. അപ്പോഴത്തേക്ക് കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പലരുടെയും പ്രശ്നം എന്താ? ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും കാലം പോയി. എന്നിട്ട് പറയും പണ്ടേ ചെയ്യായിരുന്നു കേട്ടോ, ഇപ്പോൾ വൈകി, ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ വയ്യ. അങ്ങനെയൊന്നും കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. നമ്മൾ ചെയ്ത് പകുതിയായ കാര്യം ബാക്കിയുള്ളവർ ചെയ്തോളൂ. അവർക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ബാക്കി വിട്ടുകൊടുക്കണ്ടേ? നമ്മൾ തന്നെ എല്ലാം തീർക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. നീ ഏതാ? 19ാമത്തെ ശ്ലോകം. അതിന് മുമ്പൊക്കെ ഉണ്ട് കേട്ടോ, 13. എനിക്ക് തോന്നി 13 പറയുന്നു. നോക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി 13 പറയുന്നു. ചൊല്ലു. ഗുണകർമ്മ വിഭാഗം പിന്നെ പഠിക്കും നമ്മൾ. ഗുണകർമ്മ വിഭാഗ യോഗം തന്നെയുണ്ട്. ഗുണങ്ങളനുസരിച്ചിട്ട് ആൾക്കാരെ വിഭജിച്ചിരിക്കുന്നു. ഏതൊക്കെയാ ഗുണം? ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ ആരായി? ബ്രാഹ്മണൻ. അറിവ് നേടാനുള്ള ആഗ്രഹമാണ് ബ്രാഹ്മണന് വേണ്ടത്. അടിപിടി ലഹള, യുദ്ധം, പദവി, പൊസിഷൻ ക്ഷത്രിയൻ, കാശുണ്ടാക്കാൻ വൈശ്യൻ, വെറും സന്തോഷം ശൂദ്രൻ. അത് ഭ്രാന്താണ്. അങ്ങനെ ഗുണങ്ങളെ അനുസരിച്ചിട്ട് ആൾക്കാരെ തരംതിരിച്ചത് ആരാണെന്നാ പറയണത്? ഞാനാണെന്ന്. എന്നിട്ട് ഈ മഹാന്തന്റെ ധർമ്മപുത്രർ വന്നപ്പോൾ ആരെ കൊണ്ടത് പറയിപ്പിച്ചു? ഭീഷ്മരെ കൊണ്ട്. അപ്പൊ ഭീഷ്മരനല്ലേ ആര്? കൃഷ്ണനും അല്ലേ? ഇനി കൃഷ്ണൻ മാത്രം അഡ്വൈസ് കൊടുത്ത് പറഞ്ഞു വിട്ടിരുന്നു ധർമ്മപുത്രരെ എന്ന് വിചാരിക്കുക. ആരാ ഈ കൃഷ്ണനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 പേര് പറയാ? വിഷ്ണു സഹസ്രനാമം എന്താ? 1000 നാമം പറയണ്ടേ? 1000 നാമം എന്നെ കുറിച്ച് ഒരാൾ പറയണമെങ്കിൽ ഞാൻ തന്നെ പറയണോ? അല്ല എനിക്ക് ഉറപ്പുണ്ട് ഇയാളടുത്ത് പോയി അയാൾ പറഞ്ഞു, അയാളടുത്ത് പറഞ്ഞു വിട്ടാ പോരെ. അപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ കൃഷ്ണൻ നന്നായിട്ട് അറിയാമെന്ന് മനസ്സിലായില്ലേ? മാർക്കറ്റ് ചെയ്യാൻ ആരടുത്ത് പോകണം? സ്വന്തം മാർക്കറ്റ് ചെയ്യരുത്. ആരടുത്തേക്ക് പറഞ്ഞു വിടണം? ഭീഷ്മരടുത്തേക്ക് പറഞ്ഞു. കുറച്ചും കൂടി പ്രായമൊക്കെ ഉള്ള ഒരാൾ പറയുമ്പോൾ ഇല്ലേ? അതുകൊണ്ട് കൃഷ്ണൻ വലിയ ചാലുകാരനാണ്. അയാൾക്ക് അറിയാം ആരടുത്ത് പോയാലാണ് എന്നെ പൊക്കി പറയാം, അയാളടുത്ത് പോയി ചോദിച്ചോളാൻ പറയും. അങ്ങനെയാണ് ചെയ്തത്. ചാതുർവർണ്ണം മയാ സൃഷ്ടം. ഞാനാണ് ഇങ്ങനെ ജനങ്ങളുടെ വർണ്ണങ്ങളൊക്കെ തരംതിരിച്ചവരെ പറഞ്ഞു വിട്ടത്. യസ്യ കർത്താരം അപി. അതിൻ്റെ കർത്താവ് ആരാണ്? ഞാനാണ്. ഓക്കെ. അവ്യയം മാം അപകർത്താരം വിദ്ധി. എന്നെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ നശിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ വിഭാഗങ്ങളും നശിക്കുകയില്ല. നിങ്ങൾ എന്ത് പേരിൽ വിളിച്ചാലും അതിൻ്റെയൊക്കെ അവസാനം നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ജീവിതത്തിൽ പറഞ്ഞോളൂ. ഇതിപ്പോഴല്ല, ഞാൻ ഇൻഷുറൻസിനെ ക്ലാസ്. നിങ്ങൾക്ക് എന്താ ആഗ്രഹം ജീവിതത്തിൽ? ഏത് കുട്ടിയോടും ചോദിക്കാൻ വിചാരിക്കാം. അപ്പോൾ അത് പറഞ്ഞ് അത് കിട്ടിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, അത് കിട്ടിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, അത് കിട്ടിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക. അവസാനം എത്തുന്നത് ഈ 3-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഏത് കാര്യം ആലോചിച്ചു, എനിക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയും. എന്നിട്ട് ചോദിക്കുക ഇത് കിട്ടിയാൽ എന്താ ഗുണം. അങ്ങനെ ചോദിച്ചു പോയാൽ ഈ 4-ൽ ഏതെങ്കിലും ഒന്നാ പെടുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനാണ് ആര് തന്നത്? ഭഗവാൻ നമുക്ക് തന്നത്. ഓക്കെ. ബ്യൂട്ടിഫുൾ ശ്ലോകാണ്. 13 ഇപ്പൊ ചൊല്ലിയത്. പിന്നെയോ 19. ജ്ഞാനാഗ്നി. അഗ്നി എന്താണെന്നാ പറയുന്നത് ഇവിടെ? ജ്ഞാനമാണ്. അഗ്നി പ്രകാശം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പ്രകാശം തന്നെയാണ് അഗ്നി അല്ലേ? ജ്ഞാനമാകുന്ന അഗ്നിയിൽ എന്തിനെ ദഹിപ്പിക്കാൻ പറ്റും? നമുക്ക് എല്ലാം ദഹിപ്പിക്കാൻ പറ്റും. ശുദ്ധമാക്കണമെങ്കിൽ എവിടെ കയറണം? അഗ്നിയിൽ തന്നെ പോകണം. ശുദ്ധമാവണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ഓക്കെ. ജ്ഞാനാഗ്നി ദഗ്ധ കർമാണാം തം. അഗ്നിയിൽ എല്ലാ കർമ്മങ്ങളെയും ദഹിപ്പിക്കാൻ പറ്റുന്നു. എന്നുവെച്ചാൽ ഏറ്റവും ഗുണമുള്ളതായിട്ട് മാറ്റാൻ പറ്റുന്ന അയാളെ ബുധ പണ്ഡിതം ആഹു. അറിവുള്ളവനും പണ്ഡിതനും എന്ന് വിളിക്കുന്നു നമ്മൾ. യജ്ഞം ജ്ഞാനം രണ്ടും ചേർന്ന ആ അഗ്നിയിൽ, ജ്ഞാനാഗ്നിയിലെത്തുന്ന ഒരു വ്യക്തിയാണ് ആര്? പണ്ഡിതൻ. ബുധാഹ അറിവുള്ളവനാകുന്നു, പണ്ഡിതനാകുന്നു എന്ന് ആൾക്കാർ പറയും. ആരെക്കുറിച്ചാ പറയാം?
ഇത്തരം അറിവുള്ള വ്യക്തികളെ കുറിച്ച് പറയും. യസ്യ സർവേ സമാരംഭ, ഏതൊക്കെ ആളുടെ കർമ്മ, യസ്യ സർവേ സമാരംഭ, ആരുടെ കർമ്മങ്ങളൊക്കെയാണോ, എവിടെയൊക്കെയാണോ, എന്തൊക്കെ കർമ്മങ്ങളാണോ, കാമസങ്കല്പവർജിതാഹ, എങ്ങനെയാവണം, കാമസങ്കല്പങ്ങൾ ഇല്ലാത്തതാണ്. വർജിതം എന്ന് പറഞ്ഞാൽ എന്താ, ഇല്ലാത്തത്. എന്തുണ്ടാവാൻ പാടില്ല, എനിക്ക് എന്നുള്ളൊരു സെൽഫിഷ്നെസ് ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളാവണം. എന്ത് കർമ്മം ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ അത് എന്തുണ്ടാവരുത്, അതിനകത്ത് സെൽഫിഷ്നെസ് ഉണ്ടാവരുത്. എൻ്റെ മക്കൾക്ക്, എൻ്റെ ഒഴിവാഴ്ച മക്കൾക്ക് നായി. അപ്പോൾ ഏത് മക്കള്, കുറേ മക്കൾ ഇല്ലേ. എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ മാത്രമായി. മക്കളെന്ന് മാത്രം ഉപയോഗിച്ചാലോ, മക്കൾക്ക് ഗുണമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഗുണമായി. ഇപ്പം ഞാൻ എൻ്റെ തറവാടിൽ കുറേ കാശ് മുടക്കിയിട്ട് റിനോവേറ്റ് ചെയ്ത് 10-18 കൊല്ലം പൂട്ടിക്കിടന്നൊരു തറവാടാണ്. 100-200 വർഷം പഴക്കമുള്ള, ഒന്നിനും കൊള്ളില്ല, പൊളിച്ചു മാറ്റാമെന്ന് തീരുമാനിച്ചൊരു സാധനമാണ്. എൻ്റെ പെൻഷൻ കിട്ടിയ എല്ലാ കാശും അതിനകത്ത്. ഉടനെ നാട്ടുകാരൊക്കെ ചെയ്തു, പാർട്ടീഷൻ കഴിഞ്ഞോ അല്ലേ, അങ്ങനെയല്ലേ ചെയ്യുള്ളൂ നമ്മൾ. പാർട്ടീഷൻ കഴിഞ്ഞാലല്ലേ നമ്മളവിടെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എന്തിനാ പാർട്ടീഷൻ കഴിയണേ? എൻ്റെ ഏട്ടന്മാർക്കും എൻ്റെ ചേച്ചിമാർക്കും എനിക്കും ഉള്ളതാണ്. അപ്പോൾ 7 ഭാഗിക്കണം വേണ്ടേ? ഭാഗിച്ചാൽ പിന്നെ തറവാട് അവിടെ ഉണ്ടാവും, അതും 7 കഷ്ണമായി പോയില്ലേ. അപ്പോൾ പാർട്ടീഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നുവോ? ഇല്ല. എന്നിട്ടും എന്തിനാ ചെലവാക്കണേ? എന്തിനാ ചെലവാക്കണേ? എന്താ കാരണം? എൻ്റെ മക്കൾക്കല്ലെങ്കിൽ എൻ്റെ മരുമക്കൾക്കല്ലേ കിട്ടുക, ആണോ അല്ലയോ? ഇനി എൻ്റെ മരുമക്കൾക്കല്ലെങ്കിൽ ആർക്കാ കിട്ടുക? ചേട്ടൻ്റെ മക്കൾക്കല്ലേ കിട്ടുക, അല്ലെങ്കിൽ ചേച്ചിയുടെ മക്കൾക്കല്ലേ കിട്ടുക. എൻ്റെ എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇനി അതല്ലെങ്കിലോ, കുറേ മക്കൾ വന്ന് താമസിച്ചിട്ടുണ്ട് അവിടെ. നമ്മൾ ആരും അവിടെ 100% വീട് വീഴുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കും അവിടെ? ഇല്ല. ആർക്കൊക്കെ വന്ന് താമസിക്കാമോ? ഞാനൊക്കെ പലരോടും പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ണൂർ ഭാഗത്ത് പോകുമ്പോൾ നടുവിൽ, എൻ്റെ നാട്ടിൻ്റെ പേരെന്താന്ന്, നടുവിൽ, ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകാവാരിധി നടുവിൽ. ആ നടുവിലാണ് ഞാൻ ജനിച്ചത്. ഓക്കെ, ആ നടുവിലേക്ക് പോയി കഴിഞ്ഞിട്ട് ആ വീട്ടിൽ പൂട്ടിക്കിടക്കുകയാണെങ്കിൽ ഒരു കല്ലെടുത്ത് അടിച്ച് പൂട്ട് പൊട്ടിച്ചിട്ട്, ചെറിയ പൂട്ടേ ഉള്ളൂ, വലിയ പൂട്ടൊന്നും ഇട്ട് പൂട്ടിയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ പോയി താമസിച്ചോളാൻ പറയും. താമസിച്ചു. ആരുടെ വീടാ? നമ്മുടെയൊക്കെ വീടാ. എൻ്റേതാണ് എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴല്ലേ എനിക്ക്, അല്ലേ? എല്ലാവരുടെയും ആണെന്ന് പറഞ്ഞാലോ. അവിടെ വന്ന എല്ലാ മക്കളോടും പറഞ്ഞിട്ടുണ്ട്, 10 ദിവസം എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ട് പോകുന്ന സമയത്ത് പോണ്ടാന്ന് പറഞ്ഞു കരഞ്ഞ എത്ര പിള്ളേരുണ്ടെന്ന് അറിയും. സങ്കടത്തോടു കൂടി കാര്യം. ചെറിയ പിള്ളേരെയും കൂട്ടിയിട്ട് വരും. ചേച്ചീനെ അവിടെ വിടാനാ വന്നിട്ടുണ്ടാവുക. ഈ ചെറിയ കുട്ടിയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും മുത്തശ്ശിമാരും ഒക്കെ വന്ന് കുറേ സമയം നമ്മൾ കളിക്കൊക്കെ ചെയ്ത്, അവിടെ ഇതേപോലെ ഇങ്ങനെ ക്ലാസ് ഒന്നും അല്ലല്ലോ, വീടല്ലേ. അപ്പോൾ നമ്മൾ കളിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ബാ മോനെ പോവാന്ന് പറയുമ്പോൾ, ഞാൻ വരില്ല, നിങ്ങൾ പോയിക്കോന്ന് പറയും. അപ്പോൾ നിന്റെ ഡ്രസ്സോ? അത് കുഴപ്പമില്ല, അച്ചാച്ചനോട് ഞാൻ മേടിച്ചു തരാൻ പറഞ്ഞോളാം. എന്ത് ധൈര്യം നോക്കാം അവന്. എന്നിട്ട് അവനെയും കൂട്ടിയിട്ട് ഞാൻ ഷോപ്പിൽ പോകും. ഷോപ്പിൽ പോകുമ്പോൾ ഷോപ്പുകാരനോട് പറയും, ഷോപ്പുകാരനോട് സാക്ഷിയോട് ഇരിക്കുന്നത് അതുകൊണ്ടാണ്. ഷോപ്പിൽ മുകളിലിടുന്ന ഒരു ഷർട്ടും ട്രൗസറും മാത്രം മതി. അപ്പോൾ ഇന്നർ വെയറോ? അതൊന്നും ആരും കാണില്ല, വേണ്ടാന്നേ. മാഷെ കൊണ്ട് അത്രയൊന്നും പൈസ ചിലവാക്കണ്ടെന്ന് പറയാം. എന്നിട്ട് അവസാനം തിരിച്ച് പാക്കറ്റൊക്കെ ആയിട്ട് 3-4 പേരൊക്കെ ആയിട്ട് വേണ്ടു. 5 ദിവസമേ വേണ്ടു കേട്ടോ. തിരിച്ച് തന്നാൽ കാശ് റിട്ടേൺ തരുമോ, എടുക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് വരണത്. ഞാൻ ദുബായിൽ നിന്നാണ് വരണത്. ഇത്ര പിള്ളേരുണ്ടെന്നാണ് അങ്ങനെ. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ധാരണ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? സെൽഫിഷ് 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 അതിന് വേണ്ടിയിട്ടേ അല്ല ചെയ്യണത്. നമ്മൾ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എൻ്റെ മക്കൾ എന്നുള്ള ധാരണ നമുക്കില്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും? എല്ലാവരുടെയും സ്വത്തായിട്ട് നമ്മളും മാറും. ആ അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത്തരം കർമ്മങ്ങളെ ചെയ്യാവൂ എന്നുള്ളതാണ്. അതാണ് എത്രാമത്തെയാ? എന്താ ശ്ലോകം? യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിത. ഇങ്ങനെ കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലാക്കി വായിച്ചാലാണ് കാമസങ്കല്പവർജിത. അർത്ഥം എത്ര എളുപ്പമെന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ നിങ്ങളുടെയൊക്കെ ധാരണ ഇത് വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. ഇല്ല, ഒരു പ്രാവശ്യം കേട്ടോ, ഒരു പ്രാവശ്യം കൂടി അതിൽ കൂടെ വായിച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തി വായിച്ചാൽ രക്ഷപ്പെട്ടു. ജ്ഞാനാഗ്നി ദഗ്ധ കർമ്മണം തമാഹു പണ്ഡിതം ബുധാഹ. അങ്ങനെ ചെയ്യുന്ന കർമ്മം ചെയ്യുന്നവരെയൊക്കെ ജനങ്ങൾ എന്താണെന്ന് വിളിക്കും? ജനങ്ങളാണ്. ബുധാഹ, എല്ലാ ആൾക്കാരും അവരെ പണ്ഡിതനാണെന്ന് വിളിക്കും. അവനവന് വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരാളെയും ആരും എന്ത് വിളിക്കില്ല? പണ്ഡിതരാണെന്ന് വിളിക്കില്ല എന്നർത്ഥം.
എന്ത് രസകരമായ ശ്ലോകമാണെന്ന് ആലോചിച്ചു. ഇതൊക്കെ ഓരോന്നും വായിക്കുമ്പോഴേ നമ്മുടെ ജീവിതവുമൊക്കെ ടച്ച് ചെയ്തിട്ട് നമ്മളത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുക, ഇത് നമ്മളിലുള്ളതാണെന്നറിയാം. പിന്നെ അടുത്ത ശ്ലോകം 24, വളരെ ഫേമസ് ആയിട്ടുള്ളത്. ഇത് 5-ൽ 29, 15-ൽ 14, 9-ൽ 4, 18-ൽ 61, 7, 8, 10. ഞാൻ പറഞ്ഞു തോന്നുന്നു ഇന്നലെ 10, 12-ലൊക്കെ ഉണ്ട്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലേ? 24 കഴിഞ്ഞു, 4, 39. അതിനിടയിലൊക്കെ ഉണ്ടാവാൻ കേട്ടോ നല്ല ശ്ലോകങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകമാണ്. എല്ലാ കുട്ടികൾക്കും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നതാണ്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനം കിട്ടുള്ളൂ. സംയതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ സംയമനത്തിൽ വരുത്തണം. യമനം ചെയ്യവനാവണം, അവനെ പിടിച്ചു നിർത്താൻ പറ്റുന്നവനാവണം അർത്ഥം. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി. ജ്ഞാനം കിട്ടിയാൽ എന്ത് കിട്ടും? ശാന്തി കിട്ടും. അജിരേണ അധിഗച്ഛതി. അത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പോവും? റോക്കറ്റ് പോകുന്നത് പോലെ പോകും. പരമമായ ശാന്തിയിലേക്ക് ഷഠേന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റും അല്ലേ? ആകാശത്ത് റോക്കറ്റ് പറക്കുമ്പോൾ എന്ത് സുഖമായിരിക്കും, ഒരു ശല്യം ഇല്ലാണ്ട്, ട്രാഫിക് ജാമില്ല, കൺഫ്യൂഷൻ ഇല്ല, സ്പീഡിന് ലിമിറ്റില്ല. അതുപോലെ നമുക്ക് പോകാൻ പറ്റുന്ന അജിരേണ, വേഗം തന്നെ, പതുക്കെ പതുക്കെ അല്ല പോവാം, റോക്കറ്റ് പോകുന്ന പോലെ പോകും. എവിടത്തേക്കാ പോവാ? പരാം ശാന്തി, അൾട്ടിമേറ്റ് ശാന്തിയിലേക്ക് എത്തും നമ്മൾ. പൂർണ്ണമായ ബ്ലിസ്, കൈവല്യാവസ്ഥ, അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അധിഗച്ഛതി, അതിനെ പ്രാപിക്കും നമ്മൾ. ആര്? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുണ്ടായാൽ ജ്ഞാനം കിട്ടും. ജ്ഞാനം ലബ്ധ്വാ അജിരേണ, ജ്ഞാനം ലഭിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ശാന്തിയിലേക്ക് പോകാൻ പറ്റും. എന്തുകൊണ്ടാണ് ശാന്തി ഇല്ലാത്തത്? ഒരു മനസ്സമാധാനം ഇല്ല കേട്ടോ. ഒന്ന് LKG മുതൽ പഠിച്ചു തുടങ്ങുക. ആദ്യം പോലെ പഠിപ്പില്ലാത്തതുകൊണ്ടാണ് എന്തല്ലാത്തത്? മനഃശാന്തി ഇല്ലാത്തതെന്ന് അർത്ഥം. ഇന്ദ്രിയങ്ങള് എന്താ, എങ്ങനെ ഇന്ദ്രിയങ്ങൾ അടക്കുക? കണ്ണടച്ച ഇന്ദ്രിയങ്ങൾ അടച്ചോ? കണ്ണടച്ച കാണാണ്ടിരിക്കുവോ? കാണാം. ഇപ്പൊ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ഓട്ടോറിക്ഷന്റെ ശബ്ദം കേൾക്കണില്ലേ? ഓട്ടോറിക്ഷ എത്രയോ പ്രാവശ്യം പോയി എന്നറിയോ? നിങ്ങൾ കേട്ടിട്ടില്ല. ഇന്ദ്രിയങ്ങൾ അടക്കല്ല വേണ്ടത്, ഫോക്കസ് ചെയ്യാൻ വേണം. നമ്മുടെയൊക്കെ ധാരണ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യണം? അടക്കാൻ പറ്റില്ല. നമ്മൾ കണ്ണടച്ചാലും കാണും, ഓക്കെ, ചെവി അടച്ചു പിടിച്ചാലും കേൾക്കും. നിങ്ങൾ ഏറ്റവും നല്ല ഫിൽട്ടറായിട്ടുള്ള പ്ലഗ് ഉപയോഗിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഊന്നൊരു ശബ്ദം, എന്തോന്ന് കേൾക്കും. എന്ത് പറയും? നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കും. അപ്പൊ ഇന്ദ്രിയങ്ങളെ ഒന്നും നമുക്ക് അടച്ചു നിർത്താൻ പറ്റില്ല. പരിപ്പ് വട എന്നിപ്പം ഞാൻ പറഞ്ഞോ ഇല്ലയോ? കണ്ടോ ഇപ്പൊ പരിപ്പ് വട? ഞാൻ കാണിച്ചു തന്നു. എവിടുന്നാ കണ്ടേ? മനസ്സെന്ന് കണ്ടു. അതിൽ മുളകുണ്ടോ അതിൻ്റെ അറ്റത്ത് അല്ലേ? കുറച്ച് അല്ലേ? കറിവേപ്പിലയുടെ ഒരു പച്ച കണ്ടില്ലേ അതിനകത്ത്? ആണോ അല്ലയോ? ഇതെങ്ങനെയാ കണ്ടേ? മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരും. നമ്മളൊന്നും ഇന്ദ്രിയങ്ങളെ അടച്ചാലും ഉള്ളിൽ നിന്ന് എന്ത് വരും? പരിപ്പ് വടയുടെ മണവും വരും, അതിൻ്റെ ടേസ്റ്റും വരും ഇല്ലേ? അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രചോദിപ്പിക്കാൻ എന്ത് മതി? മനസ്സ്. അപ്പൊ ഇന്ദ്രിയങ്ങളെ ആണോ അടക്കേണ്ടത്? മനസ്സിനെയാണോ? അപ്പൊ പിന്നെ എന്തിനാ ഇന്ദ്രിയങ്ങൾ അടക്കാൻ പറയണേ? ഇനി എല്ലാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്നെ ഇത്രയും സമയം കണ്ടോണ്ടിരുന്നില്ലേ? ശരിക്കും ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ എന്നെ കണ്ടോണ്ടിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ലേ? മനസ്സിലാകണ്ടോ? ഇത്രയും സമയം എന്നെ കണ്ടോണ്ടിരുന്നിരുന്നു, പക്ഷേ കാണുമ്പോഴും എന്നെ കണ്ടു എന്നേ ഉള്ളൂ, പക്ഷെ ശരിക്കും കണ്ടിട്ടില്ല. പക്ഷെ ഞാനിപ്പോ എന്നെ കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറ്റി? ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലേ? അപ്പൊ ഇത്രയും സമയം കണ്ണുകൊണ്ട് കണ്ടു, പക്ഷെ എന്തുകൊണ്ട് കണ്ടില്ല? മനസ്സുകൊണ്ട് കണ്ടില്ല. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോക്കസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഫോക്കസ് ഇല്ലാണ്ടാക്കാനും പറ്റും. അപ്പൊ എന്തിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്? മനസ്സിനെയാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അല്ല, മനസ്സിനെയാണ്. ആ മനസ്സിനെ എങ്ങനെയാ നിയന്ത്രിക്കുക? ആ മനസ്സിനെ ആത്മാവിന്റെ ലെവലിലേക്ക് കൊണ്ടുപോകുക. മനസ്സിലായോ?
നമ്മൾ കുറേ ശബ്ദമുള്ള കോലാഹലമുള്ള നല്ല വലിയ മാർക്കറ്റിൽ 2 ഫ്രണ്ട്സ് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ മാർക്കറ്റിൽ എത്ര ശബ്ദമുണ്ടോ നോക്ക്. എന്നാലും നമ്മളതൊന്നും കേൾക്കില്ല. ആര് പറയുന്നത് കേൾക്കുള്ളൂ? ഫ്രണ്ട്സ്. എന്താ കാരണം? ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഒരു നിമിഷം ഒന്നും പറയാതെ ശബ്ദം ഒന്ന് കേട്ട് നോക്കിയാട്ടെ. ഇത്രയും ശബ്ദമുള്ള സ്ഥലത്താണോ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് കേൾക്കാൻ പറ്റുമോ ചോദിച്ചാൽ അവർ പറയും എനിക്ക് കേൾക്കാൻ പറ്റും. എന്താ കാരണം? ഞാൻ ഇവിടെയേ ശ്രദ്ധിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചാലോ ഈ പറയുന്ന ഒന്നും കേൾക്കില്ല. ക്ലാസ്സിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്കൊരു പ്രശ്നമല്ല. പക്ഷെ എന്ത് ചെയ്യണം? നമ്മുടെ ശ്രദ്ധ പറയുന്നതിൽ മാത്രം ഉണ്ടായ ബാക്കിയൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം പറയാനതാകാം. നമ്മുടെ ശ്രദ്ധയാണ് നമുക്ക് ആവശ്യം. ആ ശ്രദ്ധ എന്ന് പറയുന്നത് മനസ്സിൻ്റെയാണ്. എന്തിൻ്റെ അല്ല? ഇന്ദ്രിയങ്ങളുടെ അല്ല. കണ്ണടച്ചാലും നമ്മൾ കാണും. എന്ത്? നല്ല വെളിച്ചത്ത് നോക്കിയിട്ട് കണ്ണടച്ചാൽ കണ്ണിൻ്റെ ഉള്ളിൽ വെളിച്ചം കാണും. നല്ല ഇരുട്ടത്ത് നോക്കി കണ്ണടച്ചാൽ ഇരുട്ടാണ് കാണുന്നത്, അല്ലേ? കണ്ണടച്ചാലും കാണുന്നുണ്ടോ? എന്താ കാണണേ? ലാസ്റ്റ് എന്താ കണ്ടത് അതാണ് കാണുക. അതുപോലെ മനസ്സിൽ എന്താ കാണുക? ഞാൻ എന്താണോ വിചാരിക്കുന്നത് അത് മാത്രം കാണും. പരിപ്പോടെ മാത്രം കാണും. കണ്ണടച്ചു നോക്ക്, പരിപ്പോടെ കാണും. കണ്ണ് തുറന്നാലും പരിപ്പോടെ കാണും. അപ്പൊ കാണുന്നത് എന്താണ്? മനസ്സിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. തത്പര ഇന്ദ്രിയ എന്ന് പറയുമ്പോൾ ഭഗവാന് വിവരമില്ലാത്തതുകൊണ്ട് അവിടെ മനസ്സ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. കാരണം പിന്നെ മനസ്സിനുള്ള ക്ലാസ് തരും. ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാദയത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുനാത്മഹ എന്ന് പറയും. ജ്ഞാനം ലബ്ധ്വാ പരം ശാന്തി. ഇതറിയുന്ന അറിവാണ് മനം ദർപ്പണ സമാനം എന്നാണ് ശങ്കരൻ പറഞ്ഞത്. മനം ദർപ്പണ സമാനം. മനസ്സെന്തുപോലെയാണ്? മിറർ പോലെയാണ്. നമ്മൾ എന്താണോ അവിടെ കാണുന്നത് അത് കാണും. എന്ന് വെച്ചിട്ട് ഞാൻ മിററിൽ പോയിട്ട് ഞാൻ അവിടെ ഉണ്ടോ നോക്കി, ഞാനുണ്ട്. എന്നിട്ട് കുറച്ചപ്പുറത്ത് പോയിട്ട് മിററിൽ ഞാൻ ഉണ്ടോ നോക്കാൻ വേണ്ടി ഒന്നും കൂടി പോവാം. ഇപ്പം ഞാൻ ഉണ്ടല്ലോ, ഇപ്പം മിററിൽ സ്ഥിരമായിട്ട് ഞാനുണ്ട്. പറയാൻ പറ്റുമോ? അത് നമ്മുടെ വിവരക്കേടാ. ഉണ്ടെന്നുള്ള തോന്നലേ നമുക്കുള്ളൂ. നമ്മളവിടുന്ന് പോയാൽ അവിടെ ഇല്ല. ആ അറിവ് നമുക്കുണ്ടാവും. ഇതൊക്കെ അറിവാണ്. എൻ്റെ മുമ്പിൽ പെരിപ്പോടി ഉണ്ടെങ്കിലും അത് പോയാലും ഉണ്ട് എന്നുള്ള തോന്നലിൽ പിന്നെ ആലോചിക്കുമ്പോൾ അത് ഉണ്ടെന്ന് തോന്നും. അങ്ങനെ ആലോചിക്കാണ്ടിരിക്കുന്ന ഇവിടുന്ന് ഈ മിററിന്ന് മാറി നിൽക്കുന്ന സമയമുണ്ടല്ലോ, അതുപോലെ നമ്മളാവണമെങ്കിൽ അതിന് ജ്ഞാനം വേണം. ആ ജ്ഞാനമാണ് ആത്മീയത. മനസ്സിലായോ? ശരിക്കും എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഇതൊക്കെ മനസ്സിലായ പിന്നെ ഇവിടെ വന്നിരിക്കും നമ്മൾ. ഓക്കെ. അത് വിട്ടുപോകും, ഒന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആയില്ലേ? എത്രാമത്തെ അധ്യായമായി? 4 കഴിഞ്ഞു. ഇത്ര വേഗം നോക്കും ഭഗവത്ഗീത. ചടപട. ഇത്രയൊക്കെ ശരിക്കും പഠിക്കാനുള്ളൂ. നമ്മുടെ ധാരണ എന്താ വെച്ചാൽ കുറേ 700 ശ്ലോകം പഠിക്കാൻ ഒരു ജന്മം മുഴുവൻ വേണമെന്ന്. ഒരാവശ്യമില്ല. ഞാൻ ഒരു 1000 പ്രാവശ്യം വായിച്ച പുസ്തകമായത്. 1000 പ്രാവശ്യം. എന്നിട്ട് വല്ലതും അറിയോ? ഒന്നും അറിയില്ല. അവിടെയൊക്കെ എന്തൊക്കെയോ പറയുന്നു, തോന്നുന്ന കാര്യങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. പലരുടെയും കേട്ട് എല്ലാവരുടെ നിന്നുള്ള കുറച്ച് അംശങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടൊക്കെ കുറേ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഇതേ ശ്ലോകം പണ്ട് പറഞ്ഞത് എന്താണ്, ഇപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുറേ വ്യത്യാസം ഉണ്ടാവും. കാരണം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ അർജുനൻ ഉണ്ടാവും. അർജുനൻ്റെ ശ്ലോകം വായിക്കുമ്പോൾ ഞാൻ അർജുനാവും. കൃഷ്ണൻ പറയുന്നത് പറയുമ്പോൾ ഞാൻ കൃഷ്ണനാവും. അങ്ങനെ അങ്ങോട്ട് പറയും. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ കൃഷ്ണനാവും, വേറെ അർജുനാവും. അങ്ങനെയുണ്ട്. ഓക്കെ. 5-ാമത്തെ ഞാൻ എവിടുന്നാ പറയുന്നത് വെച്ചാൽ ഇന്നലെ ഞാൻ ആരുടെ ശ്ലോകം വേണമെന്നാ പറഞ്ഞത്? ഖണ്ഡശാല. അതേതൊക്കെയാണെന്നുള്ള അപ്പം എഴുതി എനിക്ക് അയച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ അയച്ചു. ഇന്നലെ അത് നോക്കിയിട്ടാണ് പറഞ്ഞത്. എത്ര മിനിറ്റ്? 5 മിനിറ്റ്. ഇത്രേ വേണ്ടു. ആ 108 ശ്ലോകമാണ്. 108 ശ്ലോകമാണെന്ന് പറഞ്ഞു. എല്ലാം എണ്ണി കൃത്യമായിട്ട് പറഞ്ഞു. അതാണ് വേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞിട്ട് ഉടനെ ഇല്ലേ? അതാണ് അറിവ്. 5-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം. എന്താണ് 5-ാം അധ്യായം? ജ്ഞാന കർമ്മ സന്യാസ യോഗം. ജ്ഞാനവും കർമ്മവും ഒക്കെ വിട്ടു. എന്നിട്ട് എന്ത് മാത്രമേ ഉള്ളൂ ഇപ്പം? ഇല്ല. 5-ാം അധ്യായം എന്താ? സന്യാസ യോഗം. പിന്നെ സന്യാസം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ നിഷ്ഠ, യോഗം, സാധന, ഈ അവസ്ഥയിലൊക്കെ നമ്മൾ ചെയ്താൽ ഏത് കർമ്മവും ജ്ഞാനവും കർമ്മവും ഉള്ളതായിട്ട് തീരും. നമ്മൾ ചെയ്യുന്നതൊക്കെ എനിക്ക് വേണ്ടിയല്ല എന്നുള്ള ബോധത്തിൽ ചെയ്യണം. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ആർക്ക് വേണ്ടിയാണ് ചെയ്യണേ? ആർക്കെങ്കിലും വേണ്ടി. അപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഗുണമുണ്ടോ ചോദിച്ചാൽ ആർക്കെങ്കിലും ഗുണം ഉണ്ടാവുമല്ലോ. ആ ബോധത്തോടു കൂടി ചെയ്താൽ മതി. ഇന്നലെ ഒരു ബിറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ.
അമേരിക്കയിൽ നിന്ന് കുറേ പേര് മെസ്സേജ് അയച്ചു, ഇന്ന ഭാഗത്തിൽ ഇങ്ങനെയാണ്, അപ്പോൾ ഇത് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ, ഇത് അത് ആ ഗ്രൂപ്പിലോ അവിടെ ഇട്ടാൽ കുഴപ്പമില്ല, അത് ഇടില്ല. ഇൻഡിവിജ്വലായിട്ട് എത്ര വരും എന്നറിയാം, ഒരു ദിവസം 10-60 വരും. അവരിങ്ങനെ എഴുതി ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോഴാണ് നമ്മൾ ഒന്നും കൂടി ആലോചിക്കുക, ശരിയാണല്ലോ, ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ കുറച്ചും കൂടി മാറ്റി. ഇവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നവരാണ്. അങ്ങനെ ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് പറയുന്നതിനെ കുറേ മാറ്റം വരുത്തുന്നത് ഇവരൊക്കെ പറയുന്നതൊക്കെ കുറേ എപ്പോഴും ഇതിപ്പോൾ അപ്പം ഉപയോഗിക്കാനൊന്നുമല്ല, അത് എപ്പോഴോ പറഞ്ഞപ്പോൾ വായിച്ച് അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതും കൂടി കൂട്ടി പറയലും കുറച്ച് പറയും. ഇത്രയ്ക്കുണ്ടാവും. അപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം എന്താണ്? വായിക്കും. ഹെഡിങ് എന്താണ്? സന്യാസയോഗം. എന്നിട്ട് അവസാനം പറഞ്ഞ എന്താണ്? കർമ്മയോഗോ വിശിഷ്യ. സന്യാസയോഗം 2-ാമത്തെ ശ്ലോകം, 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം. ഇതിൽ ഒരു ചോദ്യവും 28 ഉത്തരവാണ്. അർജുൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യത് ശ്രേയ ഏതയോരേകം. ഏകം ഒറ്റ കാര്യം മാത്രം പറഞ്ഞു തരുമെന്നാണ്. ഏതാണ് ഏറ്റവും ഗുണം? കാരണം സന്യാസം പറഞ്ഞു, കർമ്മം പറഞ്ഞു, ജ്ഞാനം പറഞ്ഞു, കൺഫ്യൂഷനോട് കൺഫ്യൂഷൻ. ABC 3 ഓപ്ഷനൊന്നും വേണ്ട, ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് എന്ത് കൊടുത്തത്? സന്യാസം. നിങ്ങൾ വലിയ അറിവുള്ള ആളാണ്, നല്ലോണം കർമ്മം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, പക്ഷെ എന്തില്ല? ഡെഡിക്കേഷൻ ഇല്ല. ആരോടും ഒരു മമതയുമില്ലാതെ ചെയ്യുന്ന കർമ്മം. മമത എന്ന് പറഞ്ഞാൽ സെൽഫിഷ്. ബാക്കിയുള്ളവരോട് മമതയോടുകൂടി ചെയ്യണം. ആരോടില്ല എന്നല്ല പറഞ്ഞത്. ആരോടാ വേണ്ടത്? ബാക്കിയുള്ളവരോട് മമത വേണം. എനിക്ക് എന്നോട് മമതയില്ലാതെ ചെയ്യുന്ന, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാത്ത എല്ലാ കർമ്മങ്ങളും സന്യാസ കർമ്മമാണ്. പക്ഷെ അതിൽ എന്ത് വേണം? കർമ്മം. അതുകൊണ്ട് തന്മേ ബ്രൂഹി സുനിശ്ചിതം എന്നാണ്. എന്ത് ചെയ്യണം? കൃഷ്ണ, നീ സ്വന്തം ചിന്തിച്ചിട്ട് കൃത്യമായിട്ട് ഒരു പണി മാത്രം എനിക്ക് പറയുമോ. എന്നിട്ടും പറയുന്നത് എന്താണ്? സന്യാസമാണ്. എന്നിട്ട് ആ സന്യാസം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് എന്താണ്? കർമ്മമാണ് ഏറ്റവും നല്ല കർമ്മം. ആകെ കൺഫ്യൂഷനൊക്കെ വയ്യ. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് പറയുന്നതെന്ന് അവസാനം വരെ നമുക്ക് മനസ്സിലാവില്ല. ഈ ഓരോ ചാപ്റ്ററിൻ്റെയും ഹെഡിങ്ങും നോക്കുക, അതിൽ പറയുന്ന സംഭവങ്ങളും നോക്കുക, കുറേ കോൺട്രഡിക്ഷൻസും ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയ്ക്ക് വരും. അങ്ങനെ വായിച്ച് ഇങ്ങനെ കുറേ അനുഭവിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക ഓരോ പേജിലും. അതിൽ ഏതാ ശരി, ഇവിടെ ഇതാണോ പറയുന്നത്, മറ്റേതിലിതാണോ പറയുന്നത്, ഇതിലിതാണോ പറയുന്നത്, അതിലിതാണോ, കമ്പയർ ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് അപ്പം ഇതാണല്ലേ ഇദ്ദേഹം ഉദ്ദേശിച്ചത്. എന്താണ് ചെയ്യേണ്ടത്? യോഗമാണോ, സാഖ്യമാണോ, കർമ്മമാണോ, ഏതാണെന്ന് ഒന്ന് മാത്രം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ സന്യാസഃ കർമ്മയോഗശ്ച. കർമ്മം കൃത്യമായിട്ടും സന്യാസിയുടെ കർമ്മയോഗമാണ് വേണ്ടത്, കർമ്മയോഗമല്ല വേണ്ടത്. ആരുടെ കർമ്മയോഗ വേണ്ടത്? സന്യാസവും കർമ്മയോഗവും വേണം. ഇത് രണ്ടും മോക്ഷം കിട്ടുന്ന പരിപാടിയാണ്. ഒന്ന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എന്നാൽ എന്ത് വേണം? അവയെക്കുറിച്ചൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും അറിവും വേണം. കാരണം ജ്ഞാനകർമ്മം പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അറിവോടുകൂടി കർമ്മം പൂർണ്ണമായിട്ടും എനിക്ക് വേണ്ടി അല്ലാത്ത അവസ്ഥയിലേക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമായിട്ട് മാറണം. സന്യാസഃ കർമ്മയോഗശ്ച ന ശ്രേയസം കരാ ഉഭൗ. എന്താവണം? ശ്രേയസ്കരമാവണം. ആർക്ക് ശ്രേയസ്കരമാവണം? രണ്ടും മോക്ഷപ്രദമാണ്, രണ്ടും നല്ലതാണ്. കർമ്മസന്യാസത്തെക്കാൾ ഏതാ കേമം? കർമ്മയോഗ വിശിഷ്യത. കർമ്മയോഗമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. യതോതു, എന്നാൽ അവയിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് കർമ്മയോഗമാണ്. പിന്നെ 10-ാമത്തെ എങ്ങനെ ചെയ്യണം? പത്മപത്ര എങ്ങനെയാണ്? താളിൻ്റെയും താമരയുടെയൊക്കെ ഇലയിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒഴുകിപ്പോവും. അതിനകത്ത് അത് ഉണ്ടാവുമെന്ന് തോന്നുകയില്ല. ആ വെള്ളം പോയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നോ നമ്മൾ തൊട്ടാൽ പോലും നനവുണ്ടാവില്ല. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? സംഘം ചേരരുത് എന്നർത്ഥം. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഞാൻ ഡയറക്ടറാണെന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്, ഇല്ലേ?
ഒരു റിട്ടയർ ആയാലും റിട്ടയേർഡ് ഡയറക്ടർ എന്ന് പറയും. അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ അതാണ് എന്ന് പറയുന്നത് ജനങ്ങൾക്കൊരു പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിങ്ങിലൊക്കെ പറയുന്നത്. ഞാൻ ആരാണ് എന്നുള്ളതൊന്നും ഒരു പ്രത്യേകതയൊന്നുമല്ല. അങ്ങനെ ഒരു കാര്യത്തിനും എനിക്കെന്ത് പാടില്ല, സംഘം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒട്ടിച്ചേരലുണ്ടാവരുത്. അത് മിക്കവാറും നിങ്ങൾ ഇംഗ്ലീഷൊക്കെ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ച ഭഗവത്ഗീതയുടെ ഒക്കെ ട്രാൻസ്ലേഷനോ ഇംഗ്ലീഷോ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് എന്നാ കേൾക്കുക. പൊട്ടത്തെറ്റാത്. ഡിറ്റാച്ച്മെന്റ് അല്ല, അറ്റാച്ച്മെന്റ് ഇല്ലായ്മയല്ല, ബോണ്ടേജ് എന്നാണ് വാക്ക്. എന്ത് പാടില്ല? ഇതില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ബോണ്ടേജ് ഒന്നും പാടില്ല. ഹസ്ബൻഡിനോട് വൈഫിനും, വൈഫിന് ഹസ്ബൻഡിനോടൊക്കെ അറ്റാച്ച്മെന്റ് വേണം. എന്ത് പാടില്ല? ബോണ്ടേജ് പാടില്ല. ബോണ്ടേജ് ഉണ്ടായ എന്ത് പറ്റും? ഒരു ദിവസം ചത്തുപോയി കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നിനും കൊള്ളാണ്ടാവും. ഓട്ടറ്റ് അങ്ങനെയുള്ള കുറേ പേരെ നമുക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരാൾ കുറേ കൊല്ലം മുമ്പ്, ഇപ്പോഴല്ല, ഒരു 10-20 കൊല്ലം മുമ്പ് അവരുടെ ഹസ്ബൻഡിന് വലിയൊരു അസുഖം വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പോയ സമയത്ത് എന്തോ ഒരു കാര്യവും ചെയ്യാൻ തോന്നില്ല. ഒന്നും അറിയില്ല. ഒന്നും അറിയാത്തതുകൊണ്ടാണ് കാര്യം ചെയ്യാൻ പറ്റാത്തത്. എനിക്കൊന്നും അറിയില്ല, എനിക്കെല്ലാം അറിയാം. ഉടനെ ഞാൻ ചോദിച്ചു ട്യൂബ് ലൈറ്റിന് എത്ര വിലയുണ്ട്? അന്ന് ട്യൂബ് ലൈറ്റ് ആയിരുന്നു. എത്ര വിലയുണ്ട് ചോദിച്ചു. ഒരു 3000 ഉറുപ്പ്യ ഉണ്ടാവില്ലേ? അന്ന് ട്യൂബ് ലൈറ്റിന് 30 ഉറുപ്പ്യേ ഉള്ളൂ. ഇവരിതുവരെ ട്യൂബ് ലൈറ്റ് പോലും വില അന്വേഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നിനക്ക് വരും ഇതിൻ്റെയൊക്കെ ആവശ്യം. അങ്ങനെ പറയല്ലേ, എന്താ സംഭവം? അല്ല വരും. ഈ ട്യൂബ് ലൈറ്റിൻ്റെ ഒക്കെ വില അറിയാത്തത് എന്തുകൊണ്ടാ? ഒക്കെ ഹസ്ബൻഡ് നോക്കുന്നതുകൊണ്ടല്ലേ. അയാളെ നോക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാലോ? 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ അയാൾ പാരലിറ്റിക് അറ്റാക്ക് ആയിട്ട് കിടപ്പായി. ഭഗവാനെ അറിഞ്ഞിട്ട് പറഞ്ഞതൊന്നും അല്ല കേട്ടോ, അറിയാണ്ട് പറഞ്ഞു പോയതാ. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതെങ്ങനെ അറിയായിരുന്നു? അത് അറിയേയില്ല, എൻ്റെ കുട്ടിയെ തോന്നിപ്പോയതാ. ആ കുടുംബം ഫുൾ ഭരിക്കാൻ അവർ പഠിച്ചു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സംഭവം അറിയാം. എന്തൊക്കെ ഇവിടെയൊക്കെ ആവശ്യം വരുമ്പോൾ പഠിക്കും ഇല്ലേ? ജ്ഞാനം കർമ്മം എപ്പോഴാണ് വരിക? ഡെഡിക്കേഷൻ വരുമ്പോഴാണ്. ആ സമയത്ത് ഉപേക്ഷിച്ച് പോവാണോ വേണ്ടത്? അല്ല. ബന്ധം ഉണ്ട്, ബന്ധനമുണ്ട്, പക്ഷേ അറ്റാച്ച്മെന്റ് ഉണ്ട്, ഡിറ്റാച്ച്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അറ്റാച്ച്മെന്റ് തീർന്നു, ഡിറ്റാച്ച്മെന്റിലേക്ക് പോവാം. അങ്ങനെ പാടില്ല. ബന്ധനത്തിലും ആവരുത്. ഒരാളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിവില്ലായ്മ വരും. അറിവ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ബന്ധനം കൂടുതൽ പാടില്ല. ഇൻഡിപെൻഡൻ്റ് ആയാലേ നമ്മൾ പല കാര്യങ്ങളും അറിയുള്ളൂ. ഡിപ്പെൻഡൻ്റ് ആയാൽ എപ്പോഴും അയാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലപോലെ എന്ത് വേണം? അൺഅറ്റാച്ച്ഡ്, ഡിറ്റാച്ച്ഡ് എന്നുള്ള വാക്യം ഉപയോഗിക്കരുത്. ഭഗവാൻ കൃത്യമായിട്ട് സംഘം എന്നാണ്. സംഘം എന്ന് പറഞ്ഞാൽ ബോണ്ടേജ് ആണ്. ത്യക്ത്വാ കരോതിയഃ, അത് വിട്ടിട്ട് നമ്മൾ ചെയ്യണം. ലിപ്യതേ, അതിൽ ഇങ്ങനെ ഒട്ടി നിൽക്കും. അതില്ലാത്തതാണ് പത്മപത്രം. അതുപോലെ ബ്രാഹ്മണ്യാധായ കർമാണി, അറിവോടുകൂടിയുള്ള ഏത് കർമ്മങ്ങളാണോ നമ്മളിൽ ആസക്തി വെടിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബ്രാഹ്മണി ആദായ കരോതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ എന്ന് ചൊല്ലിയല്ലോ, ആ അവസ്ഥയിൽ നമ്മൾ ചെയ്യണം. ഈ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉടമ ആരാ? ബ്രഹ്മാവാണ്. എൻ്റെ ഉള്ളിലുള്ള സങ്കല്പമാണ് ബ്രഹ്മാവ്. എൻ്റെ ഉള്ളിലുള്ള തോന്നലാണ് ബ്രഹ്മാവ്. അതിൽ ഞാനല്ല അധിപൻ. ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, ഇത് ആരുടെയാ? ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് അരി കൊണ്ടാ തരുന്നത്. കാശ് നിങ്ങൾ കൊടുത്തു എന്നേ ഉള്ളൂ. അരി ആരാ തന്നത്? കടയിൽ നിന്ന് മേടിച്ചതാണ്. കടയിലൊക്കെ എവിടുന്നാ പോയത്? ഏതോ കർഷകനാണ് ഉണ്ടാക്കിയത്. കർഷകൻ എവിടുന്നാ കിട്ടിയത്? ഭൂമിയിൽ നിന്നാണ്. ആണോ അല്ലയോ? അപ്പോൾ അൾട്ടിമേറ്റ്ലി ഭൂമിയിൽ എങ്ങനെയാണ് അത് വളഞ്ഞത്? സൂര്യൻ. അപ്പം ഇതിൻ്റെയൊക്കെ നമ്മൾ എത്രയോ ആൾക്കാരുടെയാണ് പിന്നിൽ പോകുന്നല്ലേ. നമ്മൾ നല്ല തേന്മീശയിൽ, നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ നല്ല ഡെക്കറേറ്റഡ് ആയിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അരി ഉണ്ടാക്കുന്ന ആ കർഷകൻ എവിടെ ഇരുന്നാ ഭക്ഷണം കഴിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലേ? എത്രയോ മുഷിഞ്ഞ ഡ്രസ്സും ചളിയും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കഞ്ഞി കുടിച്ചിട്ടാണ് ഈ ബസ്മതി റൈസ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ഇതൊന്നും ഞാൻ ഈ പറയുന്ന എൻ്റെ സംഘം ഉണ്ടല്ലോ, എൻ്റെ ബോണ്ടേജ്, എൻ്റെ പദവി, എൻ്റെ പ്രശസ്തി, എൻ്റെ കാശ്, അതൊക്കെ ഒന്നും ഇല്ലാണ്ട് അലിഞ്ഞു തീരും. എവിടെ എത്തുമ്പോൾ അതിൻ്റെയൊക്കെ ഒറിജിൻ നമ്മൾ തപ്പിപ്പോകുന്ന സമയത്ത്. ഓക്കെ, ഇതിപ്പോൾ തൽക്കാലം നിൽക്കുന്ന വെള്ളം ഇതിൻ്റെ മുകളിലുണ്ടെന്നേ ഉള്ളൂ. അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല. അപ്പം നമ്മുടെ ചിന്തകൾ ഇങ്ങനെ മാറി മാറി പോകുമ്പോഴത്തേക്കും നമുക്ക് അതൊന്നും ഇല്ലാണ്ടാവും. ആ ചിന്തകൾ വരുന്നത് എവിടെ നിന്നാണ്? ബ്രഹ്മണ്യാധായ. എൻ്റെ ലോജിക്ക്, എൻ്റെ റീസണിങ്, എൻ്റെ ചിന്തകളാണ് ഇതിൻ്റെയൊക്കെ. ഏതൊരാൾ കർമ്മത്തെക്കുറിച്ച് അവനവൻ എൻ്റെ എന്നുള്ള ആസക്തി വെടിഞ്ഞിട്ട്
ചിന്തകളിൽ അതിൻ്റെയൊക്കെ ഉൾപ്പൊരുൾ അന്വേഷിച്ച് എവിടെയൊക്കെ പോകുന്നോ ആ സമയത്ത് നമ്മൾ ഏതുപോലെയാവും ഒരു കാര്യത്തിലും. അതുകൊണ്ട് എൻ്റെ പൊസിഷൻ ഗ്രേറ്റ് ആണെന്നുള്ള തോന്നലൊക്കെ മാറിയിട്ട് ഞാൻ ആരുടെ അടുത്തേക്ക് പോയിക്കോളും? ആ കർഷകൻ്റെ അടുത്തേക്ക് പോയിക്കോളും അല്ലേ? നമ്മുടെയൊക്കെ ചിന്ത വലിയ ആളാണെന്നുള്ള തോന്നൽ ഇല്ലാണ്ടാവുന്നത് അലിഞ്ഞ് ഒന്നും ഇല്ലാണ്ടായിട്ട് എനിക്കിരിക്കുന്ന ആ ഒരു സ്ഥിതിയിൽ എനിക്ക് ഒരു സംഘവും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറണമെങ്കിൽ എൻ്റെ ചിന്തകളിൽ കുറേ വലിയ കാര്യങ്ങൾ. അതുകൊണ്ട് അങ്ങനെ എനിക്കെന്തുണ്ടാവില്ല? അപ്പോൾ ഒരു പാപവും എന്നിലുണ്ടാവില്ല. ആ നിലയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ പാപകർമ്മങ്ങളായിട്ട് മാറുക. ആ ലെവലിലേക്ക് താഴെ വരുമ്പോഴത്തേക്കും എൻ്റെ കർമ്മങ്ങളൊക്കെ പാപകർമ്മങ്ങളല്ലാണ്ട് മാറും. ബ്യൂട്ടിഫുൾ ശ്ലോകങ്ങളാണ്. 4:10 കഴിഞ്ഞു. ഇനി 11 അല്ലേ? 11, 19, 24, 39 അത്രേ ഉള്ളൂ. അല്ല 5ആണോ 4ആണോ? ഇപ്പം 5-ലല്ലേ? 5-ൽ 16. എല്ലാ ശ്ലോകവും നല്ലതാട്ടോ. കാരണം ഞാൻ എഴുതി തീർത്തിട്ടില്ല. ഒന്നും എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആരെങ്കിലും എഴുത്തന്നു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. എഴുത്തതിലെ ഓരോ ശ്ലോകം ഞാൻ എടുത്തത്. 16 എന്താണ് 16? പ്രകാശയതി തത്പരം. എന്തിലാണ് പ്രകാശം? നമ്മുടെ ഈ സൂര്യൻ എങ്ങനെയാണോ പ്രകാശിക്കുന്നത്, ആദിത്യവത് എന്നൊരു വാക്കില്ലേ ഇവിടെ? ആദിത്യവത് തത് പരം പ്രകാശയതി. എങ്ങനെയാണോ പരമപ്രകാശമായ സൂര്യൻ പ്രകാശിക്കുന്നത്, തു ആത്മന ജ്ഞാനേന തു തദജ്ഞാനം. ഏതാണോ എൻ്റെ ആത്മാവിൽ ജ്ഞാനം പ്രകാശമായിട്ട് മാറുന്നത്, ആ ജ്ഞാനം ഏതിനെ? യേഷാം തത് അജ്ഞാനം. ആ അജ്ഞാനത്തെ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, നാശിതം അല്ലേ? നാശിതമാത്മാനഹ. ഏതിനെ നശിപ്പിക്കുന്നു? എൻ്റെ അറിവില്ലായ്മയെ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, എന്ത് നശിപ്പിക്കുന്നത്? ജ്ഞാനം നശിപ്പിക്കുന്നത്. അതുപോലെയാണ് എന്ത്? തേഷാം ജ്ഞാനം, അവരുടെ ജ്ഞാനം ആദിത്യവത് തത്പരം പ്രകാശയതി. ഇരുട്ടിൽ പ്രകാശം ജ്വലിച്ചിട്ട് ഇരുട്ടിനെ ഇല്ലാണ്ടാക്കുന്നത് പോലെ എൻ്റെ എന്തിനെ ഇല്ലാണ്ടാക്കും? അജ്ഞാനത്തെ പ്രകാശം ഇല്ലാണ്ടാക്കും. ആ പ്രകാശം ഏതാണ്? ജ്ഞാനം. അതാണ് റിയലൈസേഷൻ, അവെയർനെസ്, സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? എൻ്റെ ഉള്ളിലൊരു പ്രകാശം ഉണ്ടായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഇരുട്ടിനെ ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം. ജ്ഞാനേന, ഒന്നുകൂടി ചൊല്ലൂ. ജ്ഞാനേന തു തദജ്ഞാനം. ഏത് ജ്ഞാനമാണോ ആ ജ്ഞാനം, ഏത് ജ്ഞാനം? യേഷാം നാശയതി ആത്മനഃ. എൻ്റെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഏത് ജ്ഞാനമാണോ ആ ജ്ഞാനമാണ് ഏതുപോലെ? ആദിത്യവത് ജ്ഞാനം. ഭഗവാൻ സൂര്യന്റെ അറിവ് എന്ന രശ്മി പ്രകാശയതി തത്പരം. ഇരുട്ടിനെ മാറ്റിയിട്ട് പ്രകാശം എങ്ങനെയാക്കുന്നോ അതുപോലെ എൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മാവിൻ്റെ ജ്ഞാനം എൻ്റെ ഉള്ളിലുള്ള അറിവില്ലായ്മയെ മായ്ച്ചു കളയുമെന്നത്. ബ്യൂട്ടിഫുൾ ശ്ലോകങ്ങളാണ്. 5-ൽ 16 കഴിഞ്ഞു. 18. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് നല്ല അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആരായിട്ട് മാറും? ഞാൻ നേരത്തെ പറഞ്ഞു, കർഷകന്റെ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് കഴിക്കുമ്പോഴും ഞാൻ ആരുടെ ലെവലിലേക്ക് പോവും? എപ്പോഴാ അറിയാ? ഈ ഭക്ഷണം ഉണ്ടാക്കിയത് ആരൊക്കെയാണെന്ന് അറിയുമ്പോഴാണ് ഞാൻ ആ ലെവലിലേക്ക് വരുള്ളൂ അല്ലേ? അപ്പോഴല്ലേ തൃണമൂൽ ആവുള്ളൂ ഞാൻ അല്ലേ? തൃണമൂൽ എന്ന് പറഞ്ഞാൽ എന്താ? പുല്ലിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ മാറുന്നുള്ളത് ആണ് തൃണമൂൽ കോൺഗ്രസ്. ഓക്കെ, ആ ലെവലിലേക്ക് ഞാൻ പോകും. എപ്പോഴാ പോവുക? 18-ാമത്തെ അധ്യായം. അപ്പോൾ വിദ്യ, അറിവുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിനയം. ആ വിനയത്തോടു കൂടി നമുക്ക് കിട്ടുന്ന അറിവാണ് അറിവാവേണ്ടത്. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേച പണ്ഡിത സമദർശിത. അപ്പൊ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു VVIP ആയാലും ഞാൻ ഒരു കർഷകനെ കണ്ടാലും ഒരേപോലെ അല്ലേ? അത് പശുവാണോ, ബ്രാഹ്മണനാണോ, ഹസ്തിയാണോ, ഇനി പട്ടിയാണോ, പൂച്ചയാണോ, ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ഒരേപോലെ എനിക്ക് എല്ലാത്തിനെയും സ്നേഹിക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ എല്ലാത്തിനെയും
ഈക്വലായിട്ട് ഒരേപോലെ സ്നേഹിക്കാൻ എനിക്ക് പറ്റും. എപ്പോ? ആരാവുമ്പോ? വിദ്യ വരുന്ന സമയത്ത്. വിദ്യ മാത്രം പോരാ, വിദ്യയുടെ കൂടെ എന്തും കൂടി വരണം? വിനയം കൂടി വരണം. അപ്പൊ എല്ലാത്തിനെയും ഒന്നായിട്ട് എനിക്ക് കാണാം. വിദ്യാ വിനയ സമ്പന്നേ. ആ, പന്ത്രണ്ടില് 18, 6-ൽ 29, 2-ൽ 56, 6-ൽ 17 ഇതൊക്കെ റിലേറ്റഡ് ശ്ലോകങ്ങളാണ്. ഓക്കെ, 18, 23 എല്ലാം ഈ ഓരോ ചാപ്റ്റർ എത്തുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. 28 എടുക്കാം. 28 യതേന്ദ്രിയ മനോബുദ്ധിർ മുനിർ മോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധഃ യഃ സദാ മുക്ത ഏവ സഃ. എന്താണ് മുനി എന്ന് പറയുന്ന ഏതൊരു മനുഷ്യനാണോ മുനിയുടെ അവസ്ഥയിലേക്ക് സദാ ഏവ മുക്തഃ, അവൻ എപ്പോഴും മുക്തനായിട്ട് മാറും. മുനിയുടെ അവസ്ഥയിലെത്തിയാൽ മുക്തനായി, സന്യാസിയുടെ അവസ്ഥയിലെത്തിയാൽ മുക്തനായി. ഏതാണ് വേണ്ടത് അവിടെ? ഡിസിപ്ലിൻഡ് ലൈഫ് ആവണം. ഏതിലാ? യതേന്ദ്രിയ മനോബുദ്ധിർ, ഇന്ദ്രിയങ്ങളും ബുദ്ധിയും, മുനിർ മോക്ഷപരായണ, എന്ത് ചെയ്യണം? മോക്ഷപരായണം, കംപ്ലീറ്റ് ഹാപ്പി ഉള്ളൊരു മൂഡിലാവണം എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും എൻ്റെ ഇന്ദ്രിയങ്ങളും ഒക്കെ. അതിനൊന്നും എന്ത് പാടില്ല? ചാഞ്ചാട്ടം പാടില്ല. അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലേക്ക് മുനിർ മോക്ഷപരായണ, മോക്ഷപരായണ, മോക്ഷത്തെ ലഭിക്കുന്ന, മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പിനെസ്, സന്തോഷം, ബ്ലിസ്. കാണുന്നതൊന്നും ദോഷമുള്ളതല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എനിക്ക് ദോഷമില്ല. ആ അവസ്ഥയിലേക്ക് എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയൊക്കെ മനോബുദ്ധിർ, മനസ്സും വേണം ബുദ്ധിയും വേണം. മനസ്സ് മാത്രം നന്നായിട്ട് കാര്യമില്ല, ബുദ്ധി മാത്രം നന്നായിട്ട് കാര്യമില്ല. 2 H ആണ്, ഒന്ന് ഹെഡും ഒന്ന് ഹാർട്ടും. അത് രണ്ടും നന്നായിട്ട് കാര്യമില്ല, ഹാൻഡും നന്നാവണം. 3 H നന്നായാൽ ഞാൻ ചെയ്യുന്ന പണി നന്നായി, അതിനെക്കുറിച്ചുള്ള ചിന്ത നന്നായി, അതിനെക്കുറിച്ചുള്ള അറിവും നന്നായി. 3 H നന്നാവണം എന്നാണ് പറയുക. ഹാൻഡ്, ഹാർട്ട്, ഹെഡ്, ഇത് 3 നന്നായാൽ മനോബുദ്ധിരഹങ്കാര ചിത്തം മേ ശുദ്ധ്യന്താം, സപ്തശുദ്ധിയിലുള്ള ശ്ലോകമാണ്. എന്താണ്? മനോ ബുദ്ധി അഹങ്കാര ചിത്തം ഒക്കെ ശുദ്ധാവണം. മുനിർ മോക്ഷപരായണ വിഗതേച്ഛ ഭയക്രോധഃ യ സദാ മുക്ത ഏവ സഃ. പിന്നെ 29ാമത്തെ ശ്ലോകം, അതാണ് ലാസ്റ്റ്. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. എങ്ങനെയാണ് നമ്മളൊരു പീസ് ഫോർമുല എന്നൊക്കെ പറയില്ലേ, സമാധാനം കിട്ടാനുള്ള ഫോർമുല എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ്. ഭോക്താരം, ഏതാണോ തപസ്സികളും ഭോക്താക്കളും, തിന്നുന്നവരും അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. യജ്ഞ തപസാം, യജ്ഞം തപസ്സാക്കിയിട്ട് മാറ്റിയിട്ടുള്ള യജ്ഞങ്ങളുടെയൊക്കെ തപസ്സുകളുടെയൊക്കെ ഭോക്താക്കളാരാണോ, അനുഭവിക്കുന്നവരവരാണോ, സർവലോക മഹേശ്വരം എന്നാണ്. സർവലോകങ്ങളും ഈ മഹേശ്വരനായും, എല്ലാത്തിൻ്റെയും ഈശ്വരനായിട്ടുള്ള മഹേശ്വരനായും, പിന്നെന്താണ്? സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങളും. സന്യാസിമാര്, ഋഷിമാര്, ഭോക്താക്കള്, എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറയുന്ന ആഗ്രഹമുള്ളവരാണ് ഭോക്താക്കൾ. ആ ഭോക്താക്കളും ഈ ലോകത്തിനെയൊക്കെ ഭരിക്കുന്നവരും ഇവൻ്റെയൊക്കെ സർവഭൂതങ്ങളും, ഇവരൊക്കെ എന്താവണം? സൗഹൃദം, അവരൊക്കെ നല്ല ബന്ധത്തോടുകൂടി സുഹൃത്തായി കാണാൻ പറ്റുന്ന, മാം ജ്ഞാത്വാ, എന്നെ അറിഞ്ഞിട്ട് എന്നെയും ആ കൂട്ടത്തിൽപ്പെടുത്തിയിട്ട് അവരെയൊക്കെ എനിക്കും എൻ്റെ കൂട്ടത്തിൽപ്പെടാൻ പറ്റുകയാണെങ്കിൽ അവർക്കെന്ത് കിട്ടും? ശാന്തിം. അല്ലേ? എല്ലാ മൃഗങ്ങളെയും ജന്തുക്കളെയും കൂടെയുള്ളവരെയും ഡിപ്പെൻഡ് ചെയ്യുന്നവരെയും ഡിപ്പെൻഡൻറ്റിനെയും കൊടുക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ എനിക്ക് ഒരേപോലെ കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എങ്ങനെയുള്ളവരായി? ശാന്തിയുള്ളവരായി. അയാൾ അവരുടെ അടുത്ത് നിന്ന് എത്രയാ മേടിച്ച് തിന്നുന്നറിയോ? അതിനിപ്പോൾ എനിക്കെന്താ കുഴപ്പം? ആ കൊടുക്കുന്ന ആളുടെ അല്ല, മേടിക്കുന്ന ആളുടെ അല്ല, എൻ്റെ ആണോ? എൻ്റെ അല്ല, ആരുടെയാ?
പറഞ്ഞില്ലേ, ആ ഒരു ബോണ്ടേജ് ഇല്ലാത്ത ഒരാളാണ് ആര്? സന്യാസി. അതുകൊണ്ട് ചാപ്റ്ററിന്റെ ഹെഡിങ് എന്താണ്? സന്യാസ യോഗം. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നല്ല റോസ് ഫ്ലവർ ഉണ്ട്, അത് എൻ്റെ അല്ലല്ലോ എന്നുള്ള സങ്കടം. എൻ്റെ തന്നെ ആവണമെന്നില്ല, അടുത്ത വീട്ടിലായാലും എനിക്ക് കാണാമല്ലോ, അല്ലേ? അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അത് നല്ലോണം വളരട്ടെ എന്ന് വിചാരിക്കാം. അത് എൻ്റേതാക്കാൻ വേണ്ടി പറിച്ചുകൊണ്ട് നടമ്പോൾ നമ്മൾ ആരല്ല? സന്യാസ യോഗത്തിൽ എത്തിയിട്ടുള്ളതല്ല. അത് അവിടെ ഉണ്ടായാലും വേറൊരാൾക്കുണ്ടായാലും ആർക്കുണ്ടായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്, അത് കുരങ്ങന്മാർ കടിച്ചുകൊണ്ട് പോകണു. എൻ്റെ ആണോ കുരങ്ങൻ്റെ ആണോ? ശരിക്ക് ആ ലാൻഡ് എൻ്റെ ആണോ? അല്ല. നമ്മളല്ലേ ഇപ്പോൾ, എൻ്റെ ഒരു കവിതയുണ്ട്, അൺഡിവൈഡഡ് എർത്ത് എന്ന് പറഞ്ഞിട്ട്. എന്താണ് അർത്ഥം? നമ്മളല്ലേ ഇപ്പം എല്ലാ സർവേ നമ്പർ വെച്ചിട്ട് ഇത് എൻ്റെ, ഇത് നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല അല്ലേ? ഭഗവാൻ ഉണ്ടാക്കുന്ന സമയത്ത് സർവേ നമ്പർ ഉണ്ടാക്കിയിട്ട് കോമ്പൗണ്ട് വാൾ കെട്ടി തന്നിട്ടുണ്ടോ നമുക്ക്? ഉണ്ടോ? ഒരു ദിവസം, എൻ്റെ കവിത എന്താ അറിയോ? ഇതേ സങ്കല്പത്തിലുള്ള കവിതയാണ്. ഒരു ദിവസം എല്ലാ മനുഷ്യന്മാരും ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് വിചാരിക്കുക, അല്ലെ ചത്തുപോയി എന്ന് വിചാരിക്കുക. ഇതിനടുത്ത് മനുഷ്യൻ മാത്രം, ബാക്കി എല്ലാ ജീവികളും ജീവിച്ചിരിപ്പുണ്ട്, നമ്മൾ മാത്രം ചത്തുപോയി എന്ന് വിചാരിക്കുക. എന്ത് പറ്റും? വന്ദേ ഭാരത് ട്രെയിനൊക്കെ ഓടുന്നുണ്ടാവുമല്ലോ, ഡ്രൈവർ മരിച്ചു. ആ റെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കൺട്രോൾ, അയാളും മരിച്ചു. അപ്പം എന്ത് പറ്റും? എല്ലാ ട്രെയിനും അന്യോന്യം ഇടിക്കും. എന്ത് രസമായിരിക്കും! ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിലെ പൈലറ്റ് മരിച്ചു, ഫ്ലൈറ്റ് എന്ത് പറ്റും? ആലോചിക്കണ്ട, എന്ത് രസകരമായ ഒരു ലോകമായിരിക്കും. പക്ഷെ കാണാൻ നമ്മൾ ഉണ്ടാവില്ല. പക്ഷെ ഒന്ന് ഇമാജിൻ ചെയ്യാലോ, അല്ലേ? അങ്ങനെയൊക്കെ പോയി എന്ന് വിചാരിക്കാം. നിങ്ങൾ വീട്ടിൽ പോവില്ല, എന്താ കാരണം? ചത്തു. നിങ്ങളെ വീട്ടിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല, എന്താ കാരണം? അവരും ചത്തു. പിന്നെ വല്ല പ്രശ്നമുണ്ടോ? അപ്പം എല്ലാവരും പോയി എന്നിരിക്കാം. എന്ത് നല്ല സങ്കല്പം എൻ്റെ, അല്ലേ? ഇത് രസമാണെന്ന് ആലോചിക്കാൻ. ഇങ്ങനെയാണ് കവികൾ ആലോചിക്കുക. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ ഇപ്പം ക്ലീൻ അല്ലേ? ആര് വരും? ഉറുമ്പ് വരും, അല്ലേ? ഒരു മാസം കഴിഞ്ഞാൽ ഇവിടെ ആര് വരും? എലി വരും, പൂച്ച വരും, പട്ടി വരും. ഈ കഥയൊക്കെ അടഞ്ഞു വീഴും, താഴെ വീഴാൻ ഒരു കൊല്ലം വേണ്ട. മഴ വരും. മഴ വരുന്ന സമയത്ത് എന്ത് പറ്റും? ഇവിടെയൊക്കെ നിറച്ചും വെള്ളം കയറും, പാലയിൽ വെള്ളം കയറിയ പോലെ, അല്ലേ? എല്ലായിടത്തും വെള്ളം കയറില്ലേ? ഈ ബിൽഡിംഗ് ഒക്കെ എന്താവും? ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ബിൽഡിംഗ് ഒക്കെ എന്താവും? നിറയെ കാട് കയറി, അതിൻ്റെ മുകളിൽ കുറേ മണ്ണൊക്കെ വീണ് വലിയ മലക്കൂമ്പാരങ്ങളാവും. എല്ലാ വലിയ സ്റ്റോറീഡ് ബിൽഡിങ്ങുകളും 5 സ്റ്റാർ ഹോട്ടലൊക്കെ മലകളായിട്ട് മാറി. ഈ റോഡുകളിലൊക്കെ എന്ത് പറ്റും? കുറേ വെള്ളം ഒഴുകാൻ തുടങ്ങും. എന്ത് രസമായിരിക്കും! റോഡില്ല, കാരണം വണ്ടിയൊന്നും ഓടുന്നില്ലല്ലോ. അവിടെ എന്താ ചെയ്യുക? ഞാനിരുന്നിടത്ത് പട്ടിയിരിക്കും, പൂച്ചയിരിക്കും, ആണോ അല്ലയോ? സർവേ നമ്പർ ഉണ്ടാവുമോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാ പട്ടികൾക്കും പൂച്ചകൾക്കും ഏത് വീട്ടിൽ നിന്നും എവിടത്തേക്കും പോവാം. ഇപ്പം അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. വരുമ്പം നമ്മൾ ഓടിക്കില്ലേ, അല്ലേ? ആ ഒരു കാലത്ത് ഭഗവാനെ എനിക്ക് കുറച്ച് ബുദ്ധിയും കുറേ മനസ്സുമുള്ള ഒരു ജന്മം തരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മൾ കുറേ ബുദ്ധിയും കുറച്ച് മനസ്സുള്ളതുകൊണ്ടാണ് എന്ത് പ്രശ്നം? എൻ്റെ 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 എന്നുള്ള തോന്നൽ. ഗിവ് മീ ലിറ്റിൽ ബ്രെയിൻ ആൻഡ് ലോഡ് ഓഫ് ഹാർട്ട്. എല്ലാവരെയും എൻ്റെ ബന്ധുക്കളായിട്ട്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും കോമ്പൗണ്ട് വാളും മുനിസിപ്പാലിറ്റിയും ഒന്നുമില്ലല്ലോ, ടാക്സ് ഒന്നുമില്ലല്ലോ. അവർക്ക് എവിടെ വേണമെങ്കിലും പറക്കാം, നമുക്കല്ലേ പ്രശ്നമുള്ളൂ. എൻ്റെ വീട് നിങ്ങളുടെ വീട് എന്നുള്ള വല്ല പ്രശ്നമുണ്ടോ പട്ടികൾക്ക്? ഇല്ല. അങ്ങനെ ഒരു ജന്മം തരണേ ഭഗവാനെ. എന്ത് വെച്ചിട്ട്? കുറച്ച് ബുദ്ധിയും കുറേ മനസ്സും. എന്തില്ലാതെ? കോമ്പൗണ്ട് വാളും സർവേ നമ്പറും ഡിവിഷനും ഒന്നും. അൺഡിവൈഡഡ് എർത്ത്. എന്തേ ഉള്ളൂ അവിടെ? മലകളും കാടുകളും അരുവികളും ഒഴുകുന്ന വലിയ നദികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റോഡൊക്കെ എന്തായിട്ട് മാറും? റിവറാവും. ബിൽഡിംഗ് ഒക്കെ എന്തായിട്ട് മാറും? ഹില്ലോക്സ്, ഇല്ലേ? അപ്പോഴും എൻ്റെ ആഗ്രഹം എന്താണ്? അത് കഴിഞ്ഞ് ഒരു ജന്മം എനിക്ക് തരട്ടെ, ഇതൊക്കെ കാണാൻ. നമ്മുടെ സ്വാർത്ഥത ആലോചിച്ച് നോക്കണം. ആരെങ്കിലും അത് കണ്ടോട്ടെ എന്നല്ല. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയുണ്ട്. എന്താണ്? ഒരു ബീഡി തരൂ. കിട്ടേണ്ടത് ഒരു ബീഡി വേണം എനിക്ക്. എന്തിനാ? വലിക്കാൻ. പക്ഷെ എനിക്കെന്ത് വയ്യ? ഒരു കൂട് തരൂ, ഒരു തീപ്പെട്ടി കൊള്ളി തരൂ. അതൊക്കെ നിങ്ങൾ തരണം. എന്നിട്ട് അത് കത്തിച്ചു തരാം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ വിരൽ തരൂ, 2 വിരൽ തരൂ. എനിക്കത് പിടിച്ചിട്ട് എൻ്റെ കൈയോടൊന്ന് പണിയെടുക്കാൻ വയ്യ. ഇപ്പോഴത്തെ ജനറേഷനിൽ പലരും അങ്ങനെയാണ്. നമ്മൾ ബീഡി വലിച്ചാലും പോരാ, അത് വെച്ചു കൊടുക്കണം. എന്നിട്ട് എന്താ പറയുക? 2 ചുണ്ടു തരൂ. എൻ്റെ ഇവിടെ വെച്ചിട്ട് ചൂടാക്കാമെന്ന് എനിക്ക് വയ്യ. ആ ചുണ്ടും ആരുടെയെങ്കിലും കാണാൻ തരാം. ഞാൻ ബീഡി വലിച്ചു രസിക്കട്ടെ. എന്ത് സ്വാർത്ഥതയാന്ന് ആലോചിച്ച് നോക്കല്ലേ? 2 വിരല് തരൂ, ചുണ്ടു തരൂ, ആ രസം മാത്രം എനിക്ക് തരൂ. എനിക്ക് ഒരു പണിയും ചെയ്യാൻ വയ്യ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം? എൻജോയ് ചെയ്യണം. ഇത് നേരെ തിരിച്ചാ. ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യാം, പക്ഷെ അതിൻ്റെ എൻജോയ്മെൻറ്റ് മാത്രം എനിക്ക് വേണ്ട ഭഗവാനെ എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ചിന്തയുടെ നേരെ ഓപ്പോസിറ്റാണ്.
സമാധാനം ഇല്ലായ്മയ്ക്ക് ഏറ്റവും വലിയ കാരണം സെൽഫിഷ്നെസ്സാണ്. അത് വിട്ടുകഴിഞ്ഞാൽ എല്ലാം സുഖമായി.